السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين، أما بعد. أحب البلاد إلى الله مساجدها، أبغض البلاد إلى الله أسواقها، أو كما قال رسول الله. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا الخلق كلهم. ഏറ്റവും ബഹുമാന ആദരവ് നിറഞ്ഞ യോഗാധ്യക്ഷൻ മുളയക്കോണം ദാറുൽ ഇസ്ലാം മസ്ജിദിന്റെ പ്രസിഡന്റ് ജനാബ് എം.ഐ. ഹാഷിം സാഹിബ് അവർകൾ, മുളയക്കോണം മസ്ജിദിന്റെ ആദരണീയനായ ഇമാം പ്രിയ സുഹൃത്ത് മുഹമ്മദ് റിയാസ് അഹ്സനി ഉസ്താദ് അവറുകൾ, ബേക്കൽ മുസ്ലിം ജമാഅത്തിന്റെ അനുഗ്രഹീതനായ പ്രസിഡന്റ് ഷബീർ മാറ്റാപ്പള്ളി സാഹിബ് അവർകൾ, കേരളത്തിലെ ദക്ഷിണ കേരള മദ്രസ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ബഹുമാനപ്പെട്ട കടുവയിൽ ഇർഷാദ് ബാക്കവി ഉസ്താദ് അവർകൾ, കിഴക്കുംകര റാഫി സാഹിബ്, കടയിൽ അബ്ദുസലാം, ഷാഹുൽ ഹമീദ് പുതുവൂരിൽ, ബദറുദ്ദീൻ സാഹിബ്, ഷറാഫത്ത് മല്ലം, അബ്ദുൽ കലാം, ഷാജഹാൻ അടക്കമുള്ള വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ദിവസത്തെ പൂർണ്ണമായും കബൂലാക്കുമാറാകട്ടെ. നാളെ സ്വർഗീയ ആരാമത്തിൽ നമുക്ക് വലിയ ഒരു നേട്ടം കൊയ്യാൻ, ദറജ നേടാൻ കാരണമായ ഒരു ദിവസമാക്കി അള്ളാഹു ഇതിനെ സ്വീകരിക്കട്ടെ. നമ്മുടെ ഈ നിമിഷം ഈ നാടിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള വിജയത്തിന്റെയും ബറക്കത്തിന്റെയും വിശാലതയുടെയും ഒരു കാരണമായി അള്ളാഹു ഈ പള്ളിയുടെ ഉദ്ഘാടന വേദി പൂർണ്ണമായും ഈ നാടിന് വലിയൊരു നേട്ടമാക്കി തെരുമാറാകട്ടെ. അന്ത്യം ഈമാനോടെ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് പരിശുദ്ധമായ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണവേദന മറന്നു മരിക്കാൻ അല്ലാഹു തമ്പുരാൻ ഭാഗ്യം കൊടുക്കുന്ന മുത്തഖീങ്ങളിലും മുഹിബ്ബീങ്ങളിലും അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിബറകതി സയ്യിദനാ വ ഹബീബനാ ത്വഹ റസൂലുള്ളാഹി. പ്രിയമുള്ളവർ, ഇന്ന് മുളയക്കോണം എന്ന് പറയുന്ന ഈ പ്രദേശം നല്ല ഒരു സന്തോഷത്തിന്റെ നിമിഷത്തിൽ, ശരിക്കു പറഞ്ഞ ഇരട്ടിമതിലാണ്. 40 കൊല്ലക്കാലം ഈ നാടിന്റെ ദീനി പ്രബോധനത്തിന്റെ ഒരു കേന്ദ്രമായിരുന്ന ഈ ഒരു ഭവനം ഇന്ന് ഈ നാട്ടുകാരുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ട് അമ്പരചുംബിയായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇത് നമ്മുടെ വിജയത്തിന്റെയും സന്തോഷത്തിന്റെയും ഈ നാടിന്റെ നേട്ടത്തിന്റെയും ഒരു സുന്ദരമായ നിമിഷമാണ്. അള്ളാഹു പൂർണ്ണാർത്ഥത്തിൽ കബൂലാക്കട്ടെ. ആപ്പിൾ തന്നെ കാണുമ്പോഴൊക്കെ പേടിയാണ്. ഞങ്ങൾ ഈ ഭാഗത്ത് എവിടെ വന്നാലും ആപ്പിളല്ലേ, അള്ളാഹു അവർക്ക് തുടങ്ങട്ടെ. അപ്പോ പള്ളി നമ്മളെല്ലാം സ്വാഭാവികമായും കേട്ട ഒരു ചരിത്രമുണ്ട്. മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം
നബി അലൈഹിസ്സലാത്തു വസ്സലാം പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഓരത്തുള്ള മലമുകളിൽ കയറി അല്ലാഹു തമ്പുരാന്റെ കൽപ്പന ലോകമെങ്കാലെ അറിയിക്കുമ്പോ ആ വിളിയാളം കേട്ട് ഉത്തരം ചെയ്യണവർക്കാണ് ഹജ്ജും ഉംറയും ഒക്കെ സിയാറത്ത് ചെയ്യാനുള്ള തൗഫീഖ്. അല്ലേ? അങ്ങനല്ലേ? കേട്ടല്ലോ. അതുപോലെ ആ പരിശുദ്ധമായ മലയോരത്ത് നിന്നും മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം, ഉഷാറാവണം കുറച്ചു നേരത്തെ കേട്ടോ. സയ്യിദുനാ ഇബ്രാഹിം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം തന്റെ കയ്യിൽ നിന്നും ഒരുപിടി കല്ലുവാരി വലിച്ചെറിയുമ്പോ ആ കല്ലുകൾ ദുനിയാവിന്റെ ഏതെല്ലാം ഭാഗത്ത് വീണിട്ടുണ്ടോ, വലിയ കല്ലുകൾ വീണ ഇടമെല്ലാം വേക്കൽ ജുമാ മസ്ജിദ് പോലെ വലിയ വലിയ പള്ളികളും, ചെറിയ കല്ലുകൾ വന്ന് പതിച്ച ഇടങ്ങളെല്ലാം ഇതുപോലത്തെ ക്യാബുകളും ഒക്കെയായി മാറുവാണ്. ഇത് അല്ലാഹു തമ്പുരാന്റെ തീരുമാനമാണ്. അല്ലാഹു തമ്പുരാൻ പറഞ്ഞല്ലോ, ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു. ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ ത്യാഗങ്ങളൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരുടെയും ആഖിറം നന്നാവാൻ വേണ്ടി അവരെ തിരഞ്ഞെടുത്തതാണ്. അല്ലാഹു സ്വീകരിച്ചു കൊടുക്കട്ടെ. എന്നാലോ ഈ പള്ളി ഇന്ന സ്ഥലങ്ങളിൽ ഉണ്ടാകണമെന്ന് അല്ലാഹുവിന്റെ മുൻപേയുള്ള തീരുമാനമാണ്. ആ തീരുമാനം നമ്മുടെ നാട്ടിലും ഇന്ന് നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹം പോലെ സാക്ഷാത്കരിക്കപ്പെട്ട് കിട്ടിയിരിക്കുകയാണ്. അല്ലാഹു അത് പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കട്ടെ. ഇന്നു മുതൽ ഈ നാട്ടുകാർക്ക് അല്ലാഹു ഇത്തരം ഒരു സൗകര്യം ചെയ്യുമ്പോ ഓരോരുത്തരും മനസ്സിൽ കുറിക്കേണ്ട, ഓരോ ഉമ്മയും ഓരോ സഹോദരങ്ങളും മനസ്സിൽ കുറിക്കേണ്ട ഒരു കാര്യം, മരിക്കണവരെ ഈ പള്ളിയെ പരിപാലിക്കുക എന്നുള്ള ഉത്തരവാദിത്വം അല്ലാഹു തമ്പുരാൻ നമുക്ക് തന്നിട്ടുണ്ട്. ഒരു കാലത്ത് പോലും ഇനി ഈ പള്ളിയുടെ നടത്തിപ്പിനായിരുന്നാലും പള്ളിയുടേതായ മുന്നോട്ടുള്ളതായ പ്രയാണത്തിലായിരുന്നാലും ഒരു കുറവ് വന്നാൽ നമ്മൾ ഓരോരുത്തരും അതിൽ ഉത്തരവാദികളാണ്. അള്ളാഹു അങ്ങനെ ആക്കാതിരിക്കട്ടെ. അതറിഞ്ഞ് അതിൻ്റെതായ വേളകൾ ഏറ്റെടുക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. അള്ളാഹു ഭാഗ്യം തരട്ടെ. ഇബ്ലീസ് സ്പർശിക്കാത്ത ഭൂമിയുടെ ഇടങ്ങളാണ് പള്ളിയായി മാറണേ. നമ്മൾ മനസ്സിലാക്കണോ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനെ പടക്കുമ്പോ ദുനിയാവിലോട്ട് ഇബ്ലീസിനെ അയക്കുന്ന സമയത്ത് ആ ഇബ്ലീസ് ഭൂമിയിൽ വന്നു. അന്ന് അള്ളാഹുവിന്റെ നല്ലൊരു ആബിദായിരുന്നു, അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമയായിരുന്നു ഇബ്ലീസ്. അങ്ങനെ ആ ഇബ്ലീസ് ഭൂമി മുഴുവനും കാണുന്ന സ്ഥലങ്ങളിലെല്ലാം സുജൂദ് 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 എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആരാധനയാ സുജൂദ്. അത് ഉള്ളത് നമ്മുടെ നമസ്കാരത്തിൽ. അപ്പോ നമുക്ക് അള്ളാഹു തന്ന ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശ്രേഷ്ഠമായത് പരിശുദ്ധമായ നമസ്കാരമാണ്. അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഇബ്ലീസ് ഭൂമി മുഴുവനും ഇങ്ങനെ സുജൂദിലായി നിറയ്ക്കാൻ തുടങ്ങി. അപ്പൊ ഒന്നാം ആകാശത്തിന്റെ മാലാകമാർ അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാഹ്, നമ്മളെക്കാളും എത്രയോ മഹത്തരമായ അത്ഭുതകരനായ ഒരു ആളിതാ ഭൂമി നിറയെ സുജൂദ് കൊണ്ട് നിറക്കുവാണ്. മലക്കുകൾക്കൊരു പ്രത്യേകതയുണ്ട്. അള്ളാഹു എന്തു പറഞ്ഞു? ഒരാൾ സുജൂദിലാണെങ്കിൽ സുജൂദിൽ മാത്രം, റുക്കൂഇലാണെങ്കിൽ റുക്കൂഇൽ മാത്രം, ഖിയാമിലാണെങ്കിൽ ഖിയാമിൽ മാത്രം. ഇങ്ങനെ മലക്കുകൾക്ക് പറ്റുള്ളൂ. പക്ഷേ ഇബ്ലീസ് അങ്ങനെയല്ല. ഭൂമിയിൽ വന്ന് എല്ലായിടങ്ങളും സുജൂദ് കൊണ്ട് നിറയ്ക്കുമ്പോ ഈ മാലാഖമാർ അല്ലാഹുവിനോട് ദുആ ചെയ്തു, നിന്റെ മാലാഖമാരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഭൂമിയാകെ സുജൂദ് കൊണ്ട് നിറയ്ക്കുന്ന അത്ഭുതമായ ഒരാളുണ്ടല്ലോ അല്ലാഹ്. ആ മനുഷ്യനതേ ഭൂമിയിൽ ഇങ്ങനെ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ ആളുടെ മകൾ എന്തോ ഒരു മഹത്വമുള്ള ആളാണ്, വലിയ പദവിയുള്ള ആളാ. ഭൂമി എവിടെ കണ്ടാലും അല്ലാഹു തമ്പുരാന് സുജൂദാണ്, സുജൂദ. അങ്ങനെ സുജൂദ് ചെയ്യുന്ന ആളെ മുകളിൽ ഞങ്ങൾക്കിരിക്കാൻ നാണമുണ്ട് റബ്ബേ. ഒരു അതപകേട് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലാഹ്. മര്യാദ എന്ന് പറഞ്ഞ സാധനം പണ്ടേണ്ട്, ആദരവും മര്യാദയും പണ്ടേണ്ട്. ഇന്നത് ഇല്ലാതാകുമ്പോഴാണ് പ്രശ്നമാവണേ. അല്ലെ? ഇന്നത് ഇല്ലാതാകുമ്പോഴാ പ്രശ്നമാവണേ. അപ്പൊ ആദരവുള്ളത് കൊണ്ട് തന്നെ ഈ മലക്കുകൾക്ക് വല്ലാതെ ആദരവ് തോന്നി. പടച്ചവനെ, ഇതിപ്പോ വലിയ പ്രയാസമാണ്. ഇത്രയും അല്ലാഹുവിനെ ഇബാദത്ത് കൊണ്ട് മറിക്കുന്ന ഒരാളുടെ തലമുകളിൽ ഇരിക്കുന്നത് എന്തായാലും ഒരു നല്ല പ്രവണതയല്ല. ഉസ്താദ് താഴെ ഇരിക്കുമ്പോ കുട്ടികൾ കയറി മുകളിൽ ഇരിക്കാൻ പാടില്ലല്ലോ. അങ്ങനല്ലേ അതവ്? അപ്പോ അത് അകത് കേടാ പടച്ചവനെ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോ അല്ലാഹ് ഈ സാധനത്തിന് എന്താ പ്രമോഷൻ കൊടുക്കുവാണ്. എങ്ങനെ?
ഇബ്ലീസിന് പ്രമോഷൻ കൊടുത്തു. ഇബ്ലീസ് 1-ാം ആകാശത്തിലെത്തി. 1-ാം ആകാശത്തുമ്പോഴും ആ ആളുടെ പണി എന്താ? അല്ലാഹു തമ്പുരാന് വേണ്ടി ഇബാദത്തിലൂടെ സുജൂദിലൂടെ 1-ാം ആകാശം നിറയ്ക്കാൻ തുടങ്ങി. 2-ാം ആകാശത്തിന്റെ മലക്കുകളും പഴയതുപോലെ ദുആ ചെയ്തു. അല്ലാഹ്, സമുന്നതമായ മഹത്വമുള്ള ഒരാള് നമ്മളെക്കാളും വലിയ ഇബാദത്തോടെ പടച്ച തമ്പുരാന് അല്ലാതെ ആദരിക്കുമ്പോ ആരാധിക്കുമ്പോ അല്ലാഹ്, അവരുടെ മുകളിലായിരിക്കുന്നതിൽ നമുക്ക് എന്തോ ഒരു പന്തികേടുണ്ട്. അല്ലാഹ്, ആ ദുആയും സ്വീകരിച്ച അല്ലാഹു അതാ ഇബ്ലീസിന് വീണ്ടും സ്ഥാനക്കയറ്റം കൊടുക്കാണ്. 2-ാം ആകാശത്തിലേക്ക് ഇബ്ലീസിനതാ പ്രമോഷൻ കൊടുക്കാണ്. അപ്പോൾ 3-ാം ആകാശത്തിന്റെ മാലാഖമാര് ദുആ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇബ്ലീസ് അതാ സ്ഥാനക്കയറ്റം കിട്ടി 3-ആയി 4-ആയി 5-ആയി 6-ആയി 7-ാം ആകാശത്തിന്റെ സുന്ദരமான സ്ഥാനത്തെത്തുകയാണ് ഇബ്ലീസ്. റളിയല്ലാഹു അൻഹു പറഞ്ഞതായിരുന്നു. 7-ാം ആകാശത്തിന്റെ സുന്ദരമായ പദവിയിലെത്തി. പക്ഷെ അപ്പോഴും മലക്കുകൾക്കറിയാം ഇബ്ലീസ് എന്ന് പറയുന്ന ഒരാളുണ്ട്, അയാൾ ശപിക്കപ്പെട്ടവനാണ് എന്ന് അപ്പോഴും മലക്കുകളുടെ ഇടയിൽ ഒരു വാർത്തയുണ്ട്. പക്ഷേ എല്ലാവരും ഇദ്ദേഹത്തിനെ ആദരിക്കുക. കാരണം അന്ന് ഇബ്ലീസിന് പേര് കിട്ടിയിട്ടില്ല. അന്ന് ഇബ്ലീസിന്റെ പേര് അസാസിൽ എന്നാണ്. പേരിന് വ്യത്യാസം വന്നുപോയി. 7-ാം ആകാശത്തിരിക്കുമ്പോ അവിടെയും സുജൂദ്, വല്ലാതെ ഇൽമിന്റെ ബഹറായിരുന്നു അന്ന്. അവിടെയും സുജൂദിലായി വീഴുമ്പോ അല്ലാഹു തമ്പുരാനായ ഇബ്ലീസിനെ സുജൂദ് കൊണ്ട് അല്ലാഹു തമ്പുരാനോട് അടുക്കുമ്പോ, ഈ ദുനിയാവിൽ ഒരാൾ അല്ലാഹു തമ്പുരാനോട് ഒരു ചാണെടുത്താൽ അല്ലാഹു ഒരു മുഴമെടുക്കും, ഒരു മുഴമെടുത്താൽ അല്ലാഹു ഒരു മീറ്ററാ എടുക്കുക. അല്ലാഹുവിനോട് നമ്മളൊന്ന് നടന്നെടുക്കാനൊന്ന് ശ്രമിച്ചാൽ അല്ലാഹു നമ്മളോട് ഓടി അടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ അങ്ങോട്ട് അല്ലാഹുവിനെ എത്ര സ്നേഹിക്കോ അതിന്റെ ഇരട്ടി അല്ലാഹു ഇങ്ങോട്ട് ഇഷ്ടപ്പെടും. നമ്മൾ അങ്ങോട്ട് അല്ലാഹുവിനോട് എന്തെല്ലാം അങ്ങോട്ട് ആവശ്യപ്പെടുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടോ, അത് ഇരട്ടിയായി അല്ലാഹു ഇങ്ങോട്ട് തരാനുള്ള വെമ്പൽ അല്ലാഹുവിനുണ്ടാകും. ഇതാ നമ്മുടെ റബ്ബ്, നമ്മൾ അറിയാതെ പോയ റബ്ബ്. അല്ലാഹു അത് മനസ്സിലാക്കാൻ നമുക്ക് ഭാഗ്യം തരട്ടെ. അതുകൊണ്ടാ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു തആല അൻഹു തങ്ങളോട് പടച്ച റബ്ബിനെ കുറിച്ച് ഒരു അത്ഭുതം ചോദിക്കുമ്പോൾ മഹാനായ മാലിക് ഇബ്നു ദീനാർ തങ്ങൾ മറുപടി കൊടുത്തത്, ദുനിയാവിന്റെ ആളുകൾ ഒരുപാട് ഈ ദുനിയാവിൽ നിന്ന് വിട പറയുമ്പോ, ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു പോകുമ്പോ, നമുക്കറിയാം നമ്മുടെ വീടുകളിൽ നമുക്ക് എന്തെല്ലാം ആശകളുണ്ട്, ഇഷ്ടങ്ങളുണ്ട്. നിന്റെ ഭാര്യമാര് അല്ലേ, വെളിയിൽ നിന്നും മറ്റവര് ശവായി വാങ്ങിച്ചോണ്ട് വരും, ഒരാഗ്രഹമാണ്. അതല്ലെങ്കിൽ സാൻഡ്വിച്ച് വാങ്ങിച്ചോണ്ട് വരും, ഒരാഗ്രഹമാണ്. ഇങ്ങനെ നമ്മുടെ മക്കൾ എന്തെല്ലാം പറയും, സ്വർണത്തിന് പറയും, വൈഡൂര്യത്തിന് പറയും, എല്ലാത്തിനും പറയും. ഇങ്ങനെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു എന്നിരിക്കട്ടെ, ആ ആഗ്രഹങ്ങളെല്ലാം സാധിച്ച് ഇഷ്ടഭക്ഷണങ്ങളും ഇഷ്ടവിഭവങ്ങളും ഒക്കെ നമ്മൾ സ്വായത്തമാക്കി സ്വന്തമായി അനുഭവിച്ച് ദുനിയാവിന്റെ രസങ്ങളെല്ലാം നമ്മൾ പൂർണ്ണമായി അനുഭവിച്ചാലും ആ മനുഷ്യനെ കുറിച്ചിട്ട് മാലിക് ഇബ്നു ദീനാർ തങ്ങൾ പറയാ, അവൻ ഈ ദുനിയാവ് വിട്ട് യാത്രയാകുമ്പോ അവന് നഷ്ടമുണ്ടല്ലോ. ഈ ദുനിയാവിനവൻ വിട പറയുന്നത് ദുനിയാവിന്റെ ഏറ്റവും സൗന്ദര്യമുള്ള, ഏറ്റവും രസമുള്ള, ഏറ്റവും ഇഷ്ടമുള്ള, ഏറ്റവും ആനന്ദകരമായ ഒരു കാര്യത്തെ രുചിക്കാതെയാ കടന്നു പോണത്. ദുനിയാവിൽ ഒരു മനുഷ്യൻ അല്ലാഹു തമ്പുരാന് ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ തന്നെ ദുനിയാവിലെ രസങ്ങളെല്ലാം, ആസ്വാദനങ്ങളെല്ലാം അനുഭവിച്ച് അവസാനം ദുനിയാവിൽ നിന്ന് വിട പറയുമ്പോ, ഈ ദുനിയാവിന്റെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നാലും ഏറ്റവും വലിയ ദരിദ്രവാസിയായിരുന്നാലും അവൻ ഈ ദുനിയാവിൽ നിന്ന് വിട പറയുമ്പോ മാലിക് ഇബ്നു ദീനാർ തങ്ങൾ പറയണ ഒരു കാര്യമാ, അതാ ഹറജാഗലി ദുനിയാ മിന ദുനിയാ. ഈ ദുനിയാവിനവൻ വിട പറയുന്നത് എങ്ങനാന്നറിയോ, ഈ ദുനിയാവിന്റെ ഏറ്റവും മാധുര്യമുള്ളൊരു വസ്തുവാണ്. ഏറ്റവും നല്ല ഇഷ്ടമുള്ള സാധനം നല്ല ദം ബിരിയാണി കൊണ്ടു 2 ദിവസം കഴിച്ചാൽ മടുത്തു അല്ലേ. നല്ല മധുരമുള്ള തേനായാലും ഒരു ഗ്ലാസ് മര്യാദയ്ക്ക് ഒറ്റ ഇരിപ്പിൽ പോലും കുടിക്കാൻ നമുക്കുള്ള പറ്റില്ല. 2 സ്പൂൺ കടിക്കും മടുക്കും. എന്നാൽ എത്ര ഉപയോഗിച്ചാലും എത്ര ആസ്വദിച്ചാലും മതിവരാത്തൊരു സാധനം ദുനിയാവിലുണ്ട്. തുള്ളി പോലും രുചിക്കാതെയാണ് അവൻ ദുനിയാവിൽ നിന്ന് കടന്നു പോകുന്നത്. അവൻ നരകത്തിന്റെ അവകാശിയെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ ദുനിയാവിൽ ആ ഒരു രസമുള്ളൊരു സംഗതിയുണ്ട്, ഒരു തുള്ളി പോലും ആസ്വദിക്കാതെ അവൻ കടന്നു പോണേ.
മാലിക് ബിൻ ദിനാർ തങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ഏതാണ്? മാ ഹുവ യാ മാലിക് ബിൻ ദിനാർ. അവിടെന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ മഅരിഫത്താണ്. അള്ളാഹു തമ്പുരാനെ അറിയാതെയാ കടന്നു പോണത്. നമ്മൾ നമസ്കരിക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്. പരിശുദ്ധമായ റമളാൻ മുഴുവനും നമ്മൾ പട്ടിണിയോട് നോമ്പെടുക്കുകയാ. അവനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചത്, കമ്മിൻ സോഇമിൻ ലൈസ ലിസൗമിഹി നോമ്പുകാരാണ്. അള്ളാഹു തമ്പുരാനെ ഓരത്ത് വരുമ്പോ പട്ടിണിയും അതേ ദാഹവും വിശപ്പുമല്ലാതെ അവന് ബാക്കിയൊന്നുമില്ല, നോമ്പില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു വാക്കാണ്, നമ്മൾ ഓർക്കണം. ഇതുപോലെ ദുനിയാവിൽ നമ്മൾ നമസ്കരിക്കുന്നുണ്ട് പക്ഷേ അള്ളാഹു തമ്പുരാന്റെ രസം നമുക്ക് ആസ്വദിക്കാൻ കഴിയണില്ല. എങ്ങനെ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ദുനിയാവിന്റെ രസം നമുക്ക് വലിയ ഇഷ്ടമാണ്. നമ്മളെ ഒരു വീടിന്റെ ഉമ്മറത്ത് ഒരു പിതാവായാലും ഉമ്മയായാലും ഒരു വീടിന്റെ പുറത്തിറങ്ങുമ്പോ ആ സ്റ്റെപ്പിലിടുന്ന മാറ്റ് നമ്മൾ എന്തായാലും വലിയ പവിത്രതയോ വിലയോ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. ആ മാറ്റ് ഒന്ന് ചുരുണ്ടപ്പുറത്ത് കിടന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഇതാരാടാ ചവിട്ടി എറിഞ്ഞെന്നും പറഞ്ഞ് പുറത്തുകൊണ്ട് അതിനെടുത്ത് കൊട്ടിയിട്ട് നേരെ സ്റ്റെപ്പിലിടും, അല്ലേ? ഇല്ലേ? കാരണം എന്താ? അതൊരു ഓർഡർ തെറ്റിക്കിടക്കുന്ന കാര്യമാണ് നമ്മൾ ചെയ്യണം, നമ്മളെ വീടിന്റെ കാര്യമാണ്. പക്ഷേ ഇഖ്ലാസോടെ നിങ്ങൾ ഇന്നൊന്ന് മനസ്സിൽ കുറിച്ചാണ്, അള്ളാഹു ഈ നാട്ടിൽ തന്ന വലിയ ഒരു സൗധം, പടച്ച തമ്പുരാന്റെ ഭവനം. അള്ളാഹു എന്റെ വീടെന്ന് പറഞ്ഞ ഈ ഭവനം, നമ്മളെ വീടുകളൊക്കെ നമ്മൾ ഉഷാറാക്കും. പക്ഷെ പടച്ചവന്റെ ഭവനം ഇന്നിവിടെ ഉഷാറാക്കി അത് നമ്മൾ തന്നിരിക്കാം. അതിനാരൊക്കെ ഏറ്റെടുത്തു അവർക്കൊക്കെ അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. സ്വർഗത്തിൽ അള്ളാഹു വലിയ മാളിക കൊടുക്കട്ടെ. പരിശ്രമിച്ചവർക്കെല്ലാം അള്ളാഹുവേ നീ അവരെ ഏറ്റെടുക്കണേ. അള്ളാഹ് ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. ആ മേറ്റിനോട് കാണിക്കുന്ന ഒരു പരിഗണന പോലും നമ്മുടെ റബ്ബിനോട് നമ്മൾ കാണിക്കാറില്ല. ചിന്തിക്കും, നമ്മൾ ചിന്തിക്കാനെന്ന് പറയണേ, ചിന്തിക്കേണ്ട ദിവസം റമദാൻ വരാൻ പോവാ. ആ മേറ്റിനോട് നമ്മൾ സമീപിക്കുന്ന ഒരു സമീപനം പോലും കണ്ടാലൊന്ന് പെട്ടെന്ന് എടുത്തിരുന്ന നമ്മൾ പോലും ഇന്ന് പുറത്തിറങ്ങാൻ അല്ലാഹ് ഒരു വരി ഖുർആൻ എന്ന് ഓതാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചിന്തിക്കും. പടച്ച തമ്പുരാൻ നമ്മളെ പടച്ചത് അല്ലാഹുവാണെന്നറിയാം. ഈ ദുനിയാവിൽ നമുക്കുള്ളതെല്ലാം തന്നെ അല്ലാഹുവാണെന്നറിയാം. പക്ഷേ ആ അല്ലാഹുവിനെ സ്മരണയുണ്ടെങ്കിൽ ഒരു ഖുർആനിന്റെ വരി ഇന്ന് നമ്മൾ ഓതിയിട്ടുണ്ടോ? ചിന്തിക്കുക. അല്ലാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. അല്ലാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. ഇന്ന് മുതൽ അള്ളാഹുവിനെ പ്രണയിക്കാൻ തുടങ്ങണം. അള്ളാഹു ഭാഗ്യം തരട്ടെ. റമദാന വരണം, അല്ലേ? എന്റെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. കാരണം ദുനിയാവിൽ അള്ളാഹു തന്ന ആദരവ നല്ലവണ്ണം കുനിഞ്ഞു നൂരുന്നുണ്ട്, നല്ലവണ്ണം കുനിഞ്ഞു നമ്മൾ നൂരുന്നുണ്ട് നിസ്കാരത്തിലൊക്കെ. പക്ഷേ ഒന്ന് ആലോചിച്ചൊക്കെ, ബാങ്ക് വിളിക്കുമ്പോ ഓടി വരുവാണ്. ചില ആളുകളൊക്കെ ഇമാം കയ്യറ്റിയ ഓടി ഇങ്ങോട്ട് വരും. നിസ്കാരം ആളുകളൊക്കെ അത് ഒറ്റക്കെട്ടാ, അല്ലേ? ഇങ്ങനെ നമ്മളൊക്കെ ചെയ്യാം. സ്വന്തം ആലോചിച്ചത്. പക്ഷേ നമസ്കാരത്തിൽ അങ്ങനെ നിയ്യത്ത് ചെയ്താൽ സ്വീകരിക്കൂല. നമ്മൾ നാവ് കൊണ്ട് വെറുതെ പറയുവാണ്. പക്ഷെ നമസ്കാരത്തിന്റെ നിയ്യത്ത് മനസ്സിൽ കരുതലാണ് ഫർള്, നാവ് കൊണ്ട് പറയൽ സുന്നത്താണ്. ഓടി വന്ന് വെപ്രാളപ്പെട്ട് മുസല്ലി ഫർള് ളുഹ്രി എന്നും പറഞ്ഞ് കൈയെട്ടിയാൽ അവൻ നമസ്കാരം കിട്ടൂല. മറിച്ച് അവന്റെ ഹൃദയത്തിൽ അത് ചിന്തയുണ്ടാകണം. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. ആ ചിന്തയോട് റമദാൻ വരെയാണ്. പള്ളിയിലൊക്കെ നമ്മൾ നബയിത്തു ഉസൗമബോധന ഉസ്താദ് പറയുമ്പോ കൂടെ പാതി ഉറക്കത്തെ നമ്മളിങ്ങനെ പാടും. ആ പാടലല്ല, നിയ്യത്ത് അത് നമ്മുടെ ഉള്ളിലുണ്ടാകണം. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. ഉള്ളിൽ ചിന്തയോടെ അള്ളാഹ് എന്റെ മുന്നിലാണെന്ന ബോധത്തോടെ നമസ്കരിക്കാൻ നമുക്കൊരു ബോധം എന്നുണ്ടായാൽ നമ്മൾ ഈ പള്ളി കൊണ്ടും ഈ നാട് കൊണ്ടും നമ്മുടെ ദീന് കൊണ്ടും വിജയിച്ചവരാണ്. അള്ളാഹു അതിൽപ്പെടുത്തട്ടെ. കാരണം പള്ളിയെ നമ്മൾ ആദരിക്കണം. അള്ളാഹുവിന്റെ പള്ളി അവിടെ ഒച്ചപ്പാട് പാടില്ല. ഇന്ന് പള്ളികളിലൊക്കെ ഒച്ചപ്പാടാ. പള്ളികളിലൊക്കെ ഒച്ചപ്പാടാ. ഒന്ന് വളരെ വേദനയോടെ ഞാൻ പറയാം, ഒരു ഹൈന്ദവനാണ് സഹോദരൻ പള്ളിയിൽ വെച്ചൊരു മുസ്ലിമായി ഉടക്കുണ്ടാക്കിയ വാക്കേറ്റമായാൽ, ഹൈന്ദവനാണ് മതത്തിൽ വിശ്വസിക്കുന്ന സഹോദരൻ പറയടാ പള്ളി അങ്ങ് പുറത്തിറങ്ങിയപ്പോ കാണിച്ചു തുടങ്ങി. എന്നാൽ മുസ്ലിം ആണെങ്കിലോ പള്ളിക്കകത്ത് വെച്ച് പറ്റുമെങ്കിൽ മുസഫ് തന്നെ എടുത്ത് കൂട്ടുകാരന്റെ തലക്കടിക്കുന്ന സ്വഭാവം നമ്മൾ കാണിക്കണം, അല്ലേ? അള്ളാഹു കാക്കട്ടെ. ഇവിടെയാണ് മറ്റുള്ളവർക്കുള്ള ഇമാം പോലും ഇല്ലാത്തൊരു അധപ്പതനത്തിന്റെ ലോകത്താണ് നമ്മൾ കടന്നു പോണേ. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ.
ആദരിക്കേണ്ട ഇസ്ലാം എന്ന് പറയുന്ന ആദരവിന്റെ മതമാണ്. ആദരിക്കേണ്ടതിനെ ആദരിക്കുന്ന ഒരു ശൈലിയാണ്, അവന്റെ ഹൃദയത്തിൽ തഖ്വയുണ്ട് എന്നതിന്റെ ലക്ഷണമെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഖാലൽ ജലീലു അസ്സ വജൽ. മുമ്പിലിരിക്കുന്ന 3 ഉപ്പമാര് പറഞ്ഞു, വേറെ ആർക്കും പറയാറിഞ്ഞൂടാ, കാരണം ആ കാലമൊക്കെ പോയി. പറയുന്നു ഖാലൽ ജലീലു അസ്സ വജൽ. അൽഹംദുലില്ലാഹ്, അല്ലാഹു ബറകത്ത് ചെയ്യട്ടെ. അപ്പൊ ഇബ്ലീസ് അങ്ങനെ എവിടെ എത്തിപ്പോ? കേട്ടല്ലോ, ഇബ്ലീസ് എവിടെ എത്തി? അള്ളാഹ് പറഞ്ഞേ, 7-ാം ആകാശം നിൽക്കുക ഇബ്ലീസ്. 7-ാം ആകാശത്ത് അവിടെയും ഇബാദത്ത് കൊണ്ട് പടച്ചതമ്പുരാനെ സ്തുതിക്കുമ്പോ, അള്ളാഹുവിനെ ആദരിക്കുമ്പോ അള്ളാഹു അതാ ഇബ്ലീസിന് പ്രമോഷൻ വീണ്ടും വീണ്ടും കൊടുക്കുകയാണ്. ഇബ്ലീസിന്റെ അറിവിൽ അള്ളാഹു വല്ലാതെ വിശാലത കൊടുക്കുകയാണ്. ആസ്ഥാന മുദർരിസായി അള്ളാഹു നിശ്ചയിക്കുകയാണ്. വാനലോകത്ത് അള്ളാഹുവിന്റെ ഏറ്റവും സമുന്നതമാണ് സൃഷ്ടിയായ മാലാകമാരുടെ മുഖർറബീങ്ങളായ ഏറ്റവും പവിത്രയാണ് മാലാകമാര്. ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ, അസ്റായീൽ. പെട്ടെന്ന് പറയും. സയ്യിദുനാ ജിബ്രീൽ, സയ്യിദുനാ മീകായിൽ, ഇസ്രാഫീൽ, അസ്റായീൽ അലൈഹിമുസ്സലാം അടക്കമുള്ള മാലാകമാരുടെ പോലും ഗുരുനാഥനായി ഇബ്ലീസിനെ നിശ്ചയിക്കുകയാണ്. ഏറ്റവും വലിയ മലക്കുകളുടെ നേതാവായ ജിബ്രീലിന്റെ പോലും ഉസ്താദായിട്ട് ഇബ്ലീസിന് സ്ഥാനക്കയറ്റം കൊടുക്കുകയാണ് അള്ളാഹു. എന്തുകൊണ്ട്? അള്ളാഹുവിനെ ആദരിച്ചുകൊണ്ട്, ഇഷ്ടപ്പെട്ടുകൊണ്ട്, സ്നേഹിച്ചുകൊണ്ട് അമല് ചെയ്തതിന്റെ പേരിൽ. ഇതിനേക്കാളും വലിയ സ്ഥാനം എനിക്ക് കിട്ടാണ്ടോ? നമ്മളൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാം ഭയങ്കര സ്ഥാനത്ത് വെച്ചേക്കാം. ജിബ്രീലിന്റെ ഉസ്താദ് വരെ ആകാൻ അള്ളാഹു മഹത്വം കൊടുത്തു. ഒരു അടിസ്ഥാനം പറയാൻ വേണ്ടി പറയാട്ടോ, അത്രയും വലിയ സ്ഥാനത്തെത്തി. 1-2 കൊല്ലമല്ല, 80 വർഷക്കാലം മാലാഖമാരുടെ ഉസ്താദായിരുന്നു അത്ര ഇബ്ലീസ്. ചിന്തിക്കും. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധവും വിവേകവും തരട്ടെ. ഇത്രയും ഇബാദത്തെടുത്ത അവസാനം അള്ളാഹു നല്ല സുന്ദരമായ ആസ്ഥാന മുദരിസ് എന്ന സ്ഥാനം കൊടുക്കുമ്പോ, മലക്കുകളെ പോലും ഉസ്താദാകുമ്പോ അതിനേക്കാളും ഇനിയൊരു സ്ഥാനം ദുനിയാവിൽ കിട്ടാണ്ടോ? ഉണ്ടോ? ഇല്ല. മലക്കുകളുടെ ഉസ്താദ, ആ ഒരു സ്ഥാനം വരെ നിൽക്കുന്ന ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി സുബ്ഹാന ജല്ല ജലാലുഹു കാലങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകുമ്പോഴാണ് മഹാനായ സയ്യിദുനാ അബുൽ ബശർ ആദം അലൈഹിസ്സലാമിനെ അല്ലാഹു തമ്പുരാനെ പടയ്ക്കാൻ തീരുമാനിക്കുമ്പോ, ആ ആദം നബിയെ പടയ്ക്കാൻ വേണ്ടി മണ്ണെടുക്കുമ്പോഴേ കുത്തിത്തിരിപ്പ് തുടങ്ങിയ. അങ്ങനെയുണ്ട് നമ്മുടെ നാട്ടിലെ പള്ളി തുടങ്ങുമ്പോഴും, അല്ലേ, പള്ളിയിലെ മിനാരം മണി തുടങ്ങുമ്പോഴും, പള്ളി ഉദ്ഘാടനം ചെയ്യുമ്പോഴൊക്കെ ചില കുത്തിരിപ്പ് ഭാഗത്ത് വരാം. അത് സ്വാഭാവികം. അള്ളാഹ് അവർക്ക് പുറത്തു കൊടുക്കട്ടെ. നമ്മളെ മനസ്സും അള്ളാഹു നന്നാക്കട്ടെ. അവരോടൊന്നും വെറുപ്പൂക്കാൻ പാടില്ല. ഇവിടെ വല്ല പ്രശ്നമുണ്ടോ? അത് പറയുമ്പോൾ എല്ലാവരും ചിരിക്കുന്നത്. തങ്ങളോട് ആര് പറഞ്ഞെന്ന് ചോദിക്കരുത്. എന്നോട് ആരും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോ ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പോ ഈ ഇബ്ലീസ് അമ്മയെ കുത്തിരി മണ്ണ്, ആ മണ്ണുകൊണ്ട് ഇപ്പൊ പടച്ച് എന്താ ചെയ്യാൻ പോണേ? എന്താ ചെയ്യാൻ പോണേ? ഓരോന്ന് പറഞ്ഞ് മലക്കുകൾ ഇളക്കാൻ തുടങ്ങി. ആദം നബി രൂപം ഉണ്ടാക്കിയിട്ടപ്പോ ആദ്യം പൊള്ളയായി കിടന്ന ആദമിന്റെ കളിമണ്ണിൽ ഇബ്ലീസ് ഇങ്ങനെ പോയി മുട്ടി നോക്കി. എത്ര ഇബ്ലീസ് മുട്ടി നോക്കി. അപ്പൊ അകം പൊള്ളയായതുകൊണ്ട് മുട്ടിയാൽ നല്ല സൗണ്ട് വെക്കും. തണ്ണിമത്തം വാങ്ങുമ്പോ മോലാളെടുത്ത് കൊട്ടനാട്ടുണ്ടാ അല്ലേ? നമ്മൾ വിചാരിക്കും, ഓ എന്നോട് സ്നേഹം കൊണ്ടല്ലേ വിളഞ്ഞു നോക്കി തരാണോ. ഞാൻ ഈ അടുത്തൊരു കച്ചവടക്കാരൻ വെച്ചത് എന്നോടാ മനസ്സിലാക്കണമെന്ന് ചോദിച്ചു. അങ്ങനെ ഇത് ചുമ്മാ നമ്മളെ കുട്ടികൾക്ക് കുടിക്കാതെ കുട്ടുമ്പോ ആൾക്കാർ വൃത്തിയും അറിയില്ല. അതുപോലെ ഏതായാലും ഇരിക്കട്ടെ. ഇബ്ലീസിനെ കൊട്ടി നോക്കുമ്പോ വല്ലാതൊരു സൗണ്ട് വരാം. ആ ഇബ്ലീസ് പറയാം, ഇത് വെറും പൊള്ള, ഒരു ഉപയോഗമില്ല, എന്തിനായി പടച്ചു, ആവശ്യമില്ലാത്ത സമയമൊക്കെ നിനക്കെടുത്തണേ. ഇബ്ലീസിന്റെ ഒക്കെ എത്ര വലിയ ഉയരത്തിരുന്നാലും സ്വഭാവത്തിന്റെ ഒരു ദൂഷ്യം നമ്മളെ ഉള്ളിലുണ്ട്, ഇല്ലേ? ചില ആളുകൾ വലിയ പരുക്കന, അല്ലേ? 10 മക്കളുണ്ടായാലും അവസാനം ഉമ്മ പറയും, ഒരു ദിവസം പോലും മോനെ എൻ്റെ ചിരിച്ചിട്ടുമില്ല, ഒന്ന് മോളേനെ വിളിച്ചിട്ടില്ല എന്ന് പറയും ഭർത്താവ്. മക്കള് 10. പിന്നെ എങ്ങനെ ഉമ്മ ഇതൊക്കെ ഉണ്ടായി? വാ, അതൊക്കെ അങ്ങനെ നടന്നടാ,
ചില ആളുകൾ പരുക്കനാണ്, ചില ആളുകൾ നല്ല സൗമ്യനാണ്. എന്തു പറഞ്ഞാലും സഹകരിക്കാനും ഇടപെടാനും ഒക്കെ അങ്ങനെ. എന്ന് പറഞ്ഞാൽ അള്ളാഹു തമ്പുരാൻ മനുഷ്യനെ പടയ്ക്കാൻ തീരുമാനിക്കുമ്പോൾ, മലക്കുകളെ ഭൂമിയിലേക്ക് മണ്ണെടുക്കാൻ അയക്കുമ്പോൾ സംഭവം വിശാലമായി ചുരുക്കി പറയാം. അവസാനം ഇസ്രായേൽ അലൈഹിസ്സലാം വന്നു. അപ്പോഴും മറ്റു മലക്കുകൾ വന്നപ്പോൾ നാലാമനായിട്ട് അസ്രായേൽ വരണേ. അപ്പൊ അസ്രായേൽ മണ്ണെടുക്കാൻ ഭൂമി പറഞ്ഞു. മറ്റേ മലത്തോട് പറഞ്ഞ പോലെ പറഞ്ഞു, അസ്രായേലിന് പോയി പണിയോ പറഞ്ഞാൽ പഠിച്ചോ പറഞ്ഞാൽ എടുക്കും. അങ്ങനെ അസ്രായേൽ പിടിച്ചു പറിച്ചിട്ട് അടുത്തൊന്നും പോണ മണ്ണ്. ഭൂമിയിലെ ചില ഭാഗത്ത് നോക്കി ഇവിടേക്ക് നല്ല ഒട്ടലായിരിക്കും മണ്ണ് അല്ലേ. ചില ഭാഗത്തൊക്കെ ആണെങ്കിൽ ഒന്നിനും കൊള്ളില്ല, ചെടി വെച്ചാൽ പോലും നടുവില്ല. ചില ഭാഗത്തൊക്കെ ചരളായിരിക്കും, ചില ഭാഗത്ത് കളിമണ്ണായിരിക്കും ഇല്ലേ. ഈ പല ഭാഗത്തെ മണ്ണ് കൊണ്ടാണ് അള്ളാഹു മനുഷ്യനെ പടച്ചത്. ഏത് ഭാഗത്തെ മണ്ണിന്റെ ഗുണമാണോ ഒരു മനുഷ്യന്റെ ശരീരത്തിലുള്ളത്, ആ ഗുണമാ അവൻ കാണിക്കുക. അതുപോലെ നിറത്തിലും അള്ളാഹു മനസ്സിലാക്കാനുള്ള ഭാഗ്യം തരട്ടെ, അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. അപ്പൊ അങ്ങനെ ഏതായിരുന്നാലും ഇരിക്കട്ടെ, ആ പല സ്വഭാവത്തിൽ ഇങ്ങനെ വരുമ്പോ ഇബ്ലീസ് വന്ന് കൊട്ടുമ്പോ പലപ്പോഴും പല സൗണ്ട് കേൾക്കാം. ഇബ്ലീസ് പറയും ഇതെന്താ സംഭവം, തിരികണില്ല. അവസാനം അതേ വിഷയം വിശാലോ ചുരുക്കി പറയാം. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രൂപത്തിലോട്ട് അല്ലാഹു തമ്പുരാൻ റൂഹ് ചെയ്യിക്കുമ്പോ ആ ശരീരത്തിലേക്ക് ആത്മാവിനെ പറഞ്ഞുവിടാൻ അല്ലാഹു ചെയ്യിക്കുമ്പോ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആത്മാവിലോട്ട് റൂഹ് കിടക്കുമ്പോ സുബ്ഹാനല്ലാഹ് മൂർധാവിലോട്ടതായ മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ റൂഹ് കടത്തിയിട്ട് അത് താഴ്ന്നേരെ മൂക്കിലോട്ട് വരുമ്പോ അതിനകത്തുള്ള എല്ലാ സംഗതിയും ദുനിയാവ് മുഴുവനും ഒരു എയറിന്റെ നിയന്ത്രണമാണ് അല്ലെ. വണ്ടിയിലെ ബ്രേക്കായാലും എയറാണ്. എയർ പ്രശ്നം വന്നാൽ എത്ര ഇനി പവർ ബ്രേക്കായാലും ശരിയാണ്, ഒരു കാര്യമില്ല അല്ലേ. എയർ അല്പം അകത്ത് കയറിപ്പോയ പ്രശ്നമാണ്. അത് എഞ്ചിനായാലും എവിടെയായാലും പ്രശ്നമാണ്. മനുഷ്യനും അങ്ങനെയാണ്, മനുഷ്യനും അങ്ങനെയാണ്. എയർ എവിടെ കയറുവോ അവിടെ ഒക്കെ പ്രശ്നമാണ്. നെഞ്ചിലും കയറാം, കയ്യിലും കയറാം, ഞരമ്പിലും കയറാം, ഒക്കെ കയറാം അല്ലേ. അല്ലാഹു മനസ്സിലാക്കാൻ. അപ്പൊ ഇനി വേറെ കാര്യം ആലോചിച്ച് വരാതിരിക്കട്ടെ. അപ്പം അങ്ങനെ ആ ആത്മാവ് മൂർധാവിലേക്ക് വന്ന് മൂക്കിലോട്ട് ഇറങ്ങുമ്പോ ആദം നബി അലൈഹിസ്സലാം അറിയാതെ തുമ്മിപ്പോവുകയാണ്. ദുനിയാവിൽ ആദ്യത്തെ തുമ്മൽ മഹാനായ ആദം നബി അലൈഹിസ്സലാം തുമ്മിക്കടിയുന്നു. തൊട്ടടുത്തതാ നാവിലോട്ട് ആത്മാവ് കടക്കുമ്പോ ആദ്യമായി ലോകത്ത് മനുഷ്യരാശിയിൽ അൽഹംദുലില്ലാഹ് ആദം നബി അലൈഹിസ്സലാം പറഞ്ഞു പോവുകയാണ് അറിയാതെ അൽഹംദുലില്ലാഹ്. ഇത് പറയുമ്പോഴാ അല്ലാഹു തമ്പുരാൻ മാലാഖമാരോട് നമ്മളെ കുറിച്ച് അഭിമാനം പറയുന്ന ആദ്യത്തെ മൗലിദിന്റെ സദസ് അല്ലാഹു പറയാണ്, മാലാഖമാരേ ഇബ്ലീസിന്റെ വാക്ക് കേട്ടിട്ട് ഈ ഭാഗത്ത് എന്തിനാ പടച്ചവനെ നീ പടയ്ക്കണേ? ഭൂമിയിൽ രക്തച്ചൊരിച്ചിലുണ്ടാകുന്ന വിഷയങ്ങളുണ്ടാകുന്ന അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒരു വിഭാഗത്തെ എന്തിനാ ഭൂമിയിൽ നീ പടയ്ക്കണേ അല്ലാഹ് എന്ന് തമ്പുരാനോട് ചോദിച്ചവർക്കുള്ള മറുപടിയായി അള്ളാഹു തമ്പുരാൻ പറയാ, നിങ്ങൾ കാണാത്തത് ഞാൻ കാണുമേ മാലാഖമാരേ. ഇതുപോലെ അവസ്ഥകൾ വരുമ്പോ അറിഞ്ഞുകൊണ്ട് അള്ളാഹു തമ്പുരാനെ സ്തുതിക്കുന്ന ഏറ്റവും വലിയ മലക്കുകൾ നന്നായ മലക്കുകളെക്കാൾ ഏറ്റവും വലിയ സമുന്നതിയിലേക്ക് പഴന്നു കയറാൻ കഴിവുള്ള അള്ളാഹു തമ്പുരാൻ അതിന് വിധി കൊടുത്ത ഭാഗ്യം കൊടുത്തൊരു വിഭാഗമാ മനുഷ്യരാശിയെന്ന് നമ്മളെ അള്ളാഹു തമ്പുരാന മലക്കുകളോട് അഭിമാനം പറയാം. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. അള്ളാഹുവിന്റെ പ്രഖ്യാപനം വരണേ. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ സമുന്നതമായ ഒരു സൃഷ്ടിയാണ് ഈ പടച്ചിരിക്കണേ. ഈ ആദം നബിയെ നമുക്കൊന്ന് ആദരിക്കേണ്ടതുണ്ട്. ആദം നബിക്ക് ആദരവ് വെക്കുകയാണ്. ആദം നബിക്ക് ആദരവ് വെച്ചിട്ട് എല്ലാവരെയും അള്ളാഹു വിളിച്ചിട്ട് പറയാ, വസ്ജുദൂ ലി ആദം. ആദം നബിക്ക് നിങ്ങൾ സുജൂദ് ചെയ്യണം. മലക്കുകളൊക്കെ ചെയ്തു. ഇബ്ലീസ് മാത്രം പറഞ്ഞു, പടച്ചോനെ എന്നെ തീ കൊണ്ടാ പടച്ചത്, മണ്ണുകൊണ്ടല്ലേ, മണ്ണുകൊണ്ടല്ലേ. സ്വാഭാവികമായും തീക്കാണ് ഏറ്റവും വലിയ ശുദ്ധീകരണ പ്രക്രിയ ഉള്ളത് അല്ലേ. അല്ലെ, അഗ്നിശുദ്ധി എന്നൊക്കെ നമ്മുടെ ഹൈന്ദവർ പറയുമല്ലോ. ഏറ്റവും വലിയ ശുദ്ധിയുടെ പ്രതീകം എന്ന് പറയുന്ന അഗ്നിയ.
അങ്ങനെ വരുമ്പോ ഇബ്ലീസ് അത്ഭുതത്തോടെ പറഞ്ഞു, പടച്ചവനെ എന്നെ അഗ്നി കൊണ്ട് പടച്ചെങ്കിൽ ഇവനെ വെറും മണ്ണുകൊണ്ടാ. അള്ളാഹു മണ്ണിനെ ആദരിച്ചു. അള്ളാഹു മണ്ണിനെ ആദരിച്ചപ്പോ എന്ത് പറ്റി? 5 സെന്റിലും 3 സെന്റിലും ഒക്കെ നമ്മൾ വീട് വെച്ചാലും, അപ്പുറത്ത് കക്കൂസ്താങ്കായിരുന്നാലും 10 മീറ്റർ ഇപ്പുറത്ത് കിണർ വെച്ചാലും ഒരു പ്രശ്നമില്ല. കാരണം എന്താ? മണ്ണിന് അള്ളാഹു ശുദ്ധീകരണത്തിന്റെ ഏറ്റവും വലിയ പവിത്രത കൊടുത്തു. ആ ആദരവ് ആ പട്ടി തൊട്ടാലും ശുദ്ധീകരിക്കാനുള്ള പവിത്രത മണ്ണിനെ ശാസ്ത്രം എന്നത് അംഗീകരിക്കുവാണ്. അല്ലേ? അല്ലേ? ശാസ്ത്രം എന്ന് അംഗീകരിക്കുവാണ്. മനസ്സിലാക്കാൻ ഭാഗ്യം പെരുമാറട്ടെ. ഇരിക്കട്ടെ. അങ്ങനെ ഇബ്ലീസ് പറഞ്ഞു പറ്റൂല. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധമായ റമദാൻ വരുമ്പോ അല്ലാതെ വരുമ്പോ 5 നേരം പള്ളിക്കകത്തുനിന്ന് വന്ന് നിസ്കരിക്കാൻ അല്ലാഹു ഭാഗ്യം കൊടുത്താല്, ഞാൻ വലിയ നമസ്കാരക്കാരനാണെന്ന് തോന്നിപ്പോയാൽ അള്ളാഹു വലിച്ചെറിയും പടുകുടിയിലേക്ക്. നോക്കിക്കേ, മലക്കുകളുടെ പോലും ഉസ്താദ് എന്ന് പറയുന്ന സമുന്നതമാണ്, അത്യുന്നതമാണ് പദവിയിൽ എങ്ങനെ വിരാജിക്കുമ്പോഴാണ് ഇബ്ലീസിനെ അള്ളാഹു തമ്പുരാൻ ശപിച്ചു കൊല്ലുന്നത്. ഇബ്ലീസിനെ അള്ളാഹു തമ്പുരാൻ ശപിച്ചു കൊല്ലുന്നത് അപ്പോഴാണ് നമ്മൾ പറയാൻ തുടങ്ങിയ ലഅനത്തുള്ളാഹ്. പൂർണ്ണമായ ലഅനത്ത് പിന്നീട് മൂസാ നബിയുടെ കാലത്ത് സംഭവിച്ചാൽ ഞാൻ കടന്നു പോണില്ല. ഈ ഇബ്ലീസാണ് പിന്നീട് പിൽക്കാലത്ത് ഫിർഔന്റെ കാട്ടിൽ വരുമ്പോ ഫിർഔനോട് പറഞ്ഞു, ഫിർഔനെ ഒരു ദിവസം വന്നെങ്കിൽ ഡോറി മുട്ടാണ് ഫിർഔന്റെ. ഫിർഔൻ ആ നാട്ടിലെ 1-ാം തരം ഇബ്ലീസാണ്, നമുക്കൊക്കെ അറിയാലോ അല്ലേ? മുട്ടിട്ട് പറയാ, ഇബ്ലീസ് വാതിൽ തുറക്കാൻ പറഞ്ഞു അളിയനോട്. ഡോറ് തുറന്നപ്പോ അവരങ്ങോട്ടും ഇങ്ങോട്ടും അളിയന്മാരാണ്. സ്വഭാവം കൊണ്ടാട്ടോ, അല്ല സഹോദരിയെ കിട്ടിയ ആളൊന്നുമല്ല, സ്വഭാവം കൊണ്ട് അളിയന്മാരാണല്ലോ. കയറി വന്നു വലിയ ബഹുമാനത്തോടെ സ്വീകരിച്ചിരുത്തി. അങ്ങനെ ഇരിക്കുമ്പോ ഫിർഔനൊരു സംശയം, അല്ല ഇബ്ലീസിലെ ദുനിയാവിലുള്ള ഈ ആളുകൾ ഖിയാമത്തോളം വരുന്ന കംപ്ലീറ്റ് ഇനി ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും നമ്മളെ പേര് കേൾക്കുമ്പോൾ ലഅനത്തുള്ളാഹി അലൈഹി ശപിച്ച് തള്ളയല്ലേ? അല്ലാഹുവിന്റെ ശാപം ഉണ്ടാവട്ടെ അറിയാതെ പറഞ്ഞോവല്ലേ? ഇതിന് മാത്രം എന്ത് കുറ്റോ നമ്മൾ ചെയ്തേ? അപ്പൊ നമ്മളാണോ ഈ ദുനിയാവിലെ ഏറ്റവും വലിയ മോശക്കാർ? പരിശുദ്ധമായ റമളാൻ ആശിച്ചിരിക്കുന്ന നമ്മളോട് ചിന്തിക്കണം, ചിന്തിച്ച് കേൾക്കണേ കഥ. ഇബ്ലീസിനോട് ഫിറഔൻ ചോദിക്കാ, ദുനിയാവിന്റെ ഏറ്റവും മോശമായവർ നമ്മളാണോ? ഇബ്ലീസ് പറഞ്ഞു, അല്ല, നമ്മളെക്കാളും എത്രയോ തെമ്മാടികളായി റബ്ബിനെ പറ്റിച്ചു കൊണ്ടിരിക്കുന്നവർ ഈ ദുനിയാവിലുണ്ട്. അതെങ്ങനാ ഉണ്ടാവുക എന്ന് ഫിർഔന്റെ സംശയം വരുമ്പോഴാ ഇബ്ലീസ് വിശദീകരിച്ചു കൊടുക്കാണ്, ഫിർഔനേ, എനിക്കൊരു മുത്തഖിയായ അടിമയുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ മുത്തഖിയല്ല, ഇബ്ലീസിന്റെ മുത്തഖി എന്ന് പറഞ്ഞാൽ കള്ളു കുടിക്കാൻ തോന്നിപ്പിച്ച അപ്പൊ കുടിക്കും. അങ്ങനെ ഇബ്ലീസിനെ സഹായിക്കാൻ ഇബ്ലീസിന്റെ അനുയായിയായ മുത്തഖി. ആ ആൾ ഒരു ദിവസം എന്നോട് ഇങ്ങനെ ദുആ ചെയ്ത് ചോദിച്ചു. ആ ആളുടെ അയൽപക്കത്തുള്ള, നമുക്ക് സൽക്കാരം സുബൈദാത്തെന്ന് പറയാം, മോളിൽ സുബൈദാത്തൊന്നും ഇല്ലല്ലോ അവിടെ, അല്ലേ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. എന്തായാലും ഇരിക്കട്ടെ, നിങ്ങളെ കുറിച്ചല്ല കേട്ടത്, വേറെ സുബൈദാത്ത, സുബൈദ എം, അങ്ങനെ വെച്ചോളെ അല്ലേ? സുബൈദ ഊന്നാക്കാം. അപ്പൊ ഊന്നുള്ള മനസ്സിലാക്കൂല്ലോ. സുബൈദ ഊ. അപ്പൊ സുബൈദാത്ത ഇങ്ങനെ ഇരിക്കുമ്പോ സുബൈദാത്തക്ക് ഒരു പ്രശ്നം എന്താണെന്നറിയോ? തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരു താത്ത പറ കേരള ആപ്പിള്, തൊട്ടപ്പുറത്തെ ആപ്പിള് നമുക്ക് വിളിക്കാം. ആപ്പിള് താത്താരെ വീട്ടില് പ്രശ്നമൊന്നുമില്ലല്ലോ. ആപ്പിള് താത്താരെ വീട്ടില് ഒരു പശു ഉണ്ട് അത്രേ. ആ പശുവിന് നല്ല പാല. ആ പാല് വിറ്റ് 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 ഇവര് നല്ല സമ്പന്നയായി, നല്ല പണക്കാരായി. അപ്പൊ തൊട്ടപ്പുറത്തേക്കുന്നവർക്ക് എന്താ അസൂയാന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഇവിടെ കണ്ടോ? നാട്ടില് ഉണ്ടോ? പാവ അറിഞ്ഞൂടല്ലേ അത്. അപ്പോ അസൂയ ഉള്ളത് കൊണ്ട് എന്താ ഇവർക്ക് അവളിങ്ങനെ സമ്പന്നയായി പോണോണ്ട് വലിയ പ്രശ്നമാണ്. അപ്പൊ ഇങ്ങനെ ദുആ ചെയ്തു ഇബ്ലീസിനോട്, ഇബ്ലീസേ, നിനക്കിന്നോട് ഇത്ര സ്നേഹമാണെങ്കിൽ ഞാൻ നിന്റെ അനുയായിയാണല്ലോ, എങ്കിൽ നിനക്കൊരു ഉത്തരവാദിത്തമുണ്ട്. നമ്മളെ വാഗ്മേല പുള്ളര് വായിക്കണ പോലെ ഒരു ദിവസം ഇബ്ലീസ് വന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ പെണ്ണിനോട് ചോദിക്കുക, നീ ഞാൻ എന്ത് തോന്നിപ്പിച്ചാലും തോന്നിവാസവും നീ ചെയ്യുന്നുണ്ടല്ലോ, നീ എന്റെ തിട്ടയുള്ള ഒരു അടിമയാണ്, ഇന്ന് ഞാൻ വന്ന് നിനക്കൊരു വരം തരാനാ,
ഈ ദുനിയാവിൽ എന്ത് വേണോലും നീ ചോദിച്ചോ, ഞാൻ ഉത്തരം തരാം. ഇബ്ലീസ് വന്ന് പറയുമ്പോ ഈ പെണ്ണ് സന്തോഷത്തോടെ ചോദിക്കുന്നത് എന്താണെന്നറിയോ? തൊട്ടപ്പുറത്തുള്ള ആപ്പിൾ താത്താര പശുവിനെ ഒന്ന് കൊന്നു തരുമോ? തൊട്ടപ്പുറത്തുള്ള ആപ്പിൾ താത്താര പശുവിനെ കൊന്നു തരുമോ? ഇബ്ലീസ് ഇങ്ങനെ ചിന്തിക്കുമ്പോ ജീവനെടുക്കാനും ജീവൻ കൊടുക്കാനും അല്ലാഹുവല്ലാതെ കഴിയൂല. പിന്നെ ഇബ്ലീസിന് ഇടപെട്ടിട്ട് രോഗം കൊടുത്തിട്ട് അവനെ വല്ലാതെ വിഷമിപ്പിക്കാം, കിടപ്പിലാക്കാം, വലിച്ചടയ്ക്കാം, ഇങ്ങനെ പലതും ചെയ്യാമെങ്കിലും ജീവനെടുക്കാനുള്ള അധികാരം അല്ലാഹു അസ്രായീലിനെ ഏൽപ്പിച്ചത്. അസ്രായീലുമായിട്ടാണെങ്കിൽ ഇയാൾക്ക് വലിയ കമ്പനിയുമില്ല. അങ്ങനെ ഇരിക്കുമ്പോ ഇബ്ലീസ് ചോദിച്ചു, എന്തേ നിന്റെ പ്രശ്നം? എന്തേ നിന്റെ പ്രശ്നം? അപ്പൊ പെണ്ണ് പറയാണ്, ആപ്പിൾ താത്ത പറയാണ്, എന്താ പറഞ്ഞേ? അത് അവളുടെ ഒരു പശു ഭയങ്കര പാല് വിറ്റ് വലിയ പണക്കാരിയാവാം. അവൾ പണക്കാരിയാകുമ്പോ അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾ, പണക്കാരിയായി ഒരു പ്രാവശ്യം പാല് കൊണ്ടുപോയാൽ 2 പ്രാവശ്യം പാത്രം എടുക്കാൻ പോകണം, മറ്റുള്ള കാണട്ടെ വിചാരിച്ചിട്ടില്ലേ? അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ നമ്മളിട്ട് ഇങ്ങനെ ചൊറയുണ്ടാക്കാം. അവളെ പശു ചെത്താൻ ഈ കളിയങ്ങ് തീരുമല്ലോ, അതിനു വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. അപ്പൊ ഇബ്ലീസ് തിരിച്ചു ചോദിക്കുവാണ്, ഇരിക്കട്ടെ. ഇബ്ലീസിനെ കൊല്ലാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇവരെ രാജിവെച്ച് പോകും. അപ്പൊ പറയണം കൂട്ടി, ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, വലിയൊരു സന്തോഷം തരാം. അവളെ പശുവിന്റെ എത്ര പാല് കിട്ടോ അതിന്റെ ഇരട്ടി പാല് കിട്ടുന്ന 10 പശുക്കളെ ഞാൻ തരാം. എങ്ങനെ? ഈ അവളുടെ അയൽവക്കത്തെ ആപ്പിൾ താത്താക്ക് എത്ര ലിറ്റർ പാല് കിട്ടോ അതിന്റെ ഇരട്ടി പാല് കിട്ടുന്ന 10 പശുക്കളെ ഞാൻ തരാം. അപ്പൊ 20 ഇരട്ടി നിനക്ക് പണക്കാരിയാവാം, അല്ലേ? അല്ലെ? കുറഞ്ഞ നാളുകൊണ്ട് അവളെ പോലെയും അവളെക്കാളും കവച്ച് വെച്ച് കടന്നു പോകാൻ കഴിയുന്ന വലിയൊരു സമ്പന്നയാകാൻ തരട്ടോ. കേട്ടപ്പോൾ അങ്ങ് സുഖിച്ചെങ്കിലും എന്റെയും നിങ്ങളെയും മനസ്സിൽ ഓർമ്മിച്ചിട്ടുണ്ട്. എന്നെ ബാക്കി കേട്ടോ, ഇത് കേട്ടപ്പോ അങ്ങ് സുഖിച്ചെങ്കിലും ഇങ്ങനെ കുറെ ആലോചിച്ചിട്ട് വേണ്ട, ഈ പണക്കാരനായാലും കുഴപ്പമില്ല, എന്നാലും അവളെ പശു വയ്ക്കയില്ലേ, അത് എത്താ മതി എന്ന് പറഞ്ഞു. മനസ്സിലായില്ല? നമ്മളൊക്കെ സ്വഭാവം എത്ര കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അയലൊക്കെക്കാരൻ്റെ വണ്ടി ഒന്ന് പഞ്ചറായി കിട്ടിയ എന്തൊരു സന്തോഷമെന്നറിയോ. വഴിയിൽ വെച്ചെങ്ങാനും പഞ്ചറായി കണ്ട പടച്ചൂനെ ടയർ മാറ്റാനൊക്കെ ഭയങ്കര ഉത്സാഹമായിരിക്കും. വഴി വെച്ച് കണ്ട എന്താണ് യവനെ ടയർ മാറ്റാൻ ഞാൻ തന്നെ വേണ്ടി വന്നല്ലോ, അതിനു വേണ്ടിയിട്ടാണ് സ്നേഹം കൊണ്ട്. ഇതാണ് നമ്മുടെ സ്വഭാവം. ഇബ്ലീസ് പറയാ ഞാൻ ഒരു നിമിഷം എന്റെ മനസ്സിൽ അല്ലാഹു തമ്പുരാൻ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അവിടത്തേക്ക് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമ്പോഴാണ് ആ ഒരു നിമിഷം എന്റെ മനസ്സിൽ തോന്നിയ ഒരു അസൂയയാണ്. അല്ലാഹുവേ, അവനെ മണ്ണ് കൊണ്ടല്ലേ പടച്ചത്, എന്നെ തീ കൊണ്ടാണല്ലോ പടച്ചത്, അവനെക്കാളും വലിയവന് ഞാനാണല്ലോ എന്ന് തോന്നിയ ഒരു അസൂയ. പടച്ച തമ്പുരാൻ എന്നെ ശപിച്ചുകൊണ്ട് പടിയടച്ച് പിണ്ടം വെച്ചിട്ട് ഖിയാമത്ത് നാളുകളോളം ശാപവാക്ക് പറയാം മനുഷ്യനെ സജ്ജമാക്കിയത്. എന്നാൽ എന്റെ ഫിർഔനെ ബുദ്ധിയോടെ വിവേകത്തോടെ തിരിച്ചറിവോടെ കേൾക്കണേ എന്റെ സഹോദര. എന്നാൽ ആ ഇബ്ലീസിന്റെ വാക്ക് ഫിർഔനിനോട് ചോദിക്കുകയാ, അയൽവക്കത്തുള്ള ഉമ്മാന്റെ അയൽവക്കത്തുള്ള താത്താന്റെ വീട്ടിലെ പശുവിന്റെ പാലുള്ള കാലത്തോളം കൊല്ലങ്ങളോളം മനസ്സിലെ ഹൃദയത്തിലതാ അസൂയ വെച്ചിട്ട് അയൽവക്കക്കാരിയോടതേ ജസ്തുതയിൽ കഴിഞ്ഞുപോയ ആ പെണ്ണും ഞാനും ഇന്നിവിടെയാണ്. എന്നെക്കാളും മതപ്പതിച്ചവളല്ലേ അവള്. ഇബ്ലീസിന്റെ ചോദ്യമാ, നമ്മൾ സ്വത്വത്തിലേക്കാ കൈ ചൂണ്ടേണ്ടേ, ഹൃദയത്തിലോട്ട് കണ്ണോടിച്ചിട്ടാ. കാരണം നമ്മൾ നേരിടുന്നത് റമദാനയാ. ശുദ്ധിയോടെ റമദാനിൽ കടന്നില്ലേ, നഷ്ടമാ പൊന്നുമോനെ. അല്ലാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. ഒറ്റ ചോദ്യം ഇടയ്ക്കൊന്ന് ചോദിക്കുക, കഴിഞ്ഞ് നമ്മൾ എത്രയോ റമദാൻ കണ്ടവരുണ്ടല്ലേ? 20, 30, 40, 50 ഒക്കെ റമദാനെ കണ്ടൊരു പ്രായം വെച്ച് നോക്കുമ്പോൾ ഞാൻ കാണുന്നുണ്ട്. നമ്മുടെ ഇവിടെ പഴയ പ്രസിഡന്റ് സലാം സാർ, അബ്ദുസലാം സാർ, ഉണ്ടോ? അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ആ പ്രിയപ്പെട്ടവര് പറയാ, 40 വർഷമായി ഞാനിവിടെ ഇരിക്കും. ആ ഒരു പഴയ അനുഭവം പറയുമ്പോ ആ പാവപ്പെട്ട നല്ല ബോധമുള്ള വിവേകമുള്ള നല്ല യുവാവായി തിരിച്ചറിവുള്ള പ്രായത്ത് മുതൽ 40 വർഷം വരെ പള്ളിയുടെ ഹാദ്യമായി പോ അള്ളാഹു സ്വീകരിച്ച് സ്വർഗത്തിൽ ഭവനം കൊടുക്കട്ടെ. അങ്ങനെ പറയുമ്പോ ആ പാവപ്പെട്ട കുറഞ്ഞു 40 റമദാൻ കണ്ടിട്ടുണ്ടല്ലോ, ഉണ്ട്, നോമ്പെടുത്തിട്ടുണ്ട്.
ഉറപ്പായി നോമ്പ് കാരണം പള്ളിയോടുള്ള സേവനമാണല്ലോ. ഇതുപോലെ നമ്മളെല്ലാവരും എത്രയോ റമദാൻ കണ്ടിട്ടുണ്ട്. ഒരൊറ്റ ചോദ്യം, കൊള്ളേണ്ടത് ഹൃദയത്തില ഏതെങ്കിലും ഒരു റമദാൻ, ഒറ്റ റമദാൻ. അള്ളാഹു എനിക്ക് അനുകൂലമായി സാക്ഷി പറയും. ലോക്ക്ഡൌണിന്റെ 2019 വരുമ്പോ അള്ളാഹു എല്ലാരും പറയും ജോലി തിരക്കാണ്, അതാണ് ഇതാണ്. പക്ഷെ ഒന്നിനും പോണ്ട, നീ കല്യാണത്തിനും പോണ്ട, അല്ലേ, മറുവീട്ടിലും പോണ്ട, മാപ്പ മരിച്ചാലും നീ 3-ാം പട്ടിക്ക് പൈസ കളയണ്ട, പള്ളിയിൽ അടക്കാനും പോണ്ട, ജുമാ നിസ്കരിക്കാൻ പോലും പള്ളിയിൽ പോണ്ട. ഇങ്ങനെ അള്ളാഹു പൂർണ്ണമായി ഒഴിവാക്കി ഫ്രീ ആക്കി തന്നു. അന്നിന്റെ റമദാൻ എനിക്ക് അനുകൂലമായി സാക്ഷി പറയുമെന്ന് പറയാൻ പറ്റിയ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അള്ളാഹുവേ എനിക്ക് അനുകൂലമാകും എന്റെ ജീവിതത്തിന്റെ ഒരു റമദാൻ എന്ന് പറയാൻ പറ്റുന്നവരുണ്ടോ? ഉണ്ടോ? ഇല്ല. അള്ളാഹു കാക്കട്ടെ. എങ്കിൽ ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ ഈ കടന്നു വരുന്ന റമദാൻ ജീവിതത്തിൽ ആദ്യത്തെ റമദാൻ. ഇന്നിവിടെ തീരുമാനമായാൽ നിങ്ങൾ വിജയിക്കും. അള്ളാഹു ഭാഗ്യം തരട്ടെ. അങ്ങനല്ലേ? ആണ്. അടുത്ത റമദാൻ ഇത് പോട്ടെ, അടുത്ത റമദാൻ കടന്നു വരുമ്പോ ഞാൻ ഈ പള്ളിയിൽ ഇൻഷാ അല്ലാഹ് തറാവീഹ് നിസ്കരിക്കും എന്ന് ഉറപ്പുള്ള ആളുണ്ടെങ്കിൽ ഈ റമദാൻ പോട്ടെ, ഈ റമദാനത്തിന് ഒരു ഉറപ്പില്ല. അള്ളാഹു തന്നാ ഭാഗ്യം, അള്ളാഹു തന്നാ ഭാഗ്യം. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മസ്ഊദ് സഖാഫി ഈ റമദാനെ കുറിച്ചൊക്കെ ഒരുപാട് പറഞ്ഞു. മുത്തുനബിയുടെ സുന്ദരமான സ്വലാത്തുകള് എന്തോരം ഇഷ്ടത്തോടു കൂടിയാ പറയുക. ഞാൻ ദിവസം വാഴ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് സുബഹിക്കറ അലാറം വെച്ച് 4 മണിയാകുമ്പോ വീട്ടിൽ വരികയാ. നമ്മളും അങ്ങനാട് രാവെന്നില്ലാതെ പകലെന്നില്ലാതെ ഓടി വിളിക്കാറാകുമ്പോഴാ വീട്ടിലൊന്ന് കിടന്നു വരിക. അലാറം വെച്ച് കിടന്ന് ബാങ്ക് വിളിക്കുമ്പോ അതാ അലാറം കേട്ടു, എഴുന്നേറ്റ് നമസ്കരിച്ചു. എന്നിട്ട് ഭാര്യയോട് പറയാ, എനിക്ക് ക്ഷീണമുണ്ട്, ഞാനൊന്ന് കിടക്കട്ടെ. ഒരു രോഗമില്ല, ഒരു വിഷമങ്ങളില്ല. അല്ലാ ഒന്ന് കിടക്കാൻ വേണ്ടി കട്ടിലൊന്ന് ഇരിക്കുമ്പോ കിടക്കാൻ പറ്റിയില്ല, അങ്ങനെ തന്നെ ഒന്നും മറിഞ്ഞങ്ങ് വീഴുകയാ. എന്തൊരു ഭാഗ്യമാണ്. അല്ലാഹുവേ ദറജയേറ്റി കൊടുക്കണേ അല്ലാ, ദറജയേറ്റി കൊടുക്കണേ അല്ലാ. ആ പ്രിയപ്പെട്ടവരുടെ ഒരു സുഹൃത്തായി പലപ്പോഴും ഫോണിലൂടെ ബന്ധപ്പെടാറില്ല ആ പ്രിയ സുഹൃത്ത് പടച്ചവനെ ബർസഖിന്റെ ലോകത്തിൽ നീ പാവപ്പെട്ട തങ്ങളെന്ന കൂട്ടുകാരുണ്ട്, അറിയണേ അല്ലാ. ആ ഖബർ വിശാലമാക്കണേ അല്ലാ. ഈ റമദാൻ എന്തോരം കൊതിച്ചിട്ടുണ്ടാകുമ്പോ അത് പറയുമ്പോ പടച്ചതമ്പുരാനേ അല്ലാഹുവേ നമുക്കും നല്ല മരണം സമ്മാനിക്കണേ അല്ലാ. അങ്ങനെ വരുമ്പോ ഈ റമദാനിൽ പോലും നമുക്ക് വിശ്വാസമില്ല. അള്ളാഹു തന്നു തരണേ അല്ലോ. ഇന്ന് പാതിരാത്രി പലപ്പോഴും ഞാൻ പറയാറുള്ളൂ, ഇന്ന് പോയി എന്റെ വീട്ടിലൊന്ന് കിടന്നുറങ്ങിയാല് നാളെ എന്നെ കാണാൻ വേണ്ടി അതാ 100 കണക്കിന് ആളുകൾ വീട്ടിൽ വന്ന് ടോക്കൺ എടുത്ത് ഇങ്ങനെ കാത്തു നിന്നാൽ തങ്ങളെ വിളിച്ചുണർത്തുമ്പോ ഉണരോന്നൊരു ഉറപ്പുമില്ലല്ലോ. അള്ളാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് തരണേ അല്ലാ. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പ് പറയാൻ ആർക്കെങ്കിലും പറ്റുമോ? പറ്റിയില്ല എങ്കിൽ ഈ കടന്നു വരുന്ന റമളാൻ ആദ്യത്തേത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ ഒടുക്കത്തെ റമളാനും കൂടിയാണ്. അല്ലാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. ഈ കടന്നു വരുന്ന റമളാൻ നമ്മുടെ ജീവിതത്തിന്റെ ആദ്യത്തെ റമളാനാ, അതുപോലെ ഒടുക്കത്തെ റമളാനുമാ. അല്ലാഹു കാക്കട്ടെ. ആദ്യത്തതും അവസാനത്തുമായി കടന്നു വരുന്ന റമളാന ഇത് എന്ന് നിങ്ങൾ ഇന്ന് തീരുമാനിച്ചാൽ ഇനി നമുക്ക് പണിയെടുക്കാം. അല്ലാഹു ഭാഗ്യം തരട്ടെ, അല്ലാഹു ഭാഗ്യം തരട്ടെ. ഈ നിമിഷം അള്ളാഹുവിന്റെ മുന്നിൽ പടച്ചവനെ നീ തന്ന പള്ളി നമ്മുടെ മുന്നിൽ നിൽക്കുവാണ്. അള്ളാഹുവിനോട് വലിയ ഇഷ്ടമാണ്. അള്ളാഹുവിന്റെ ഇഷ്ടം വല്ലാത്തൊരു ഇഷ്ടമാണ്. അള്ളാഹുവിനോട് ബുദ്ധിമുട്ടി എന്ത് ചോദിച്ചാലും പടച്ചവനെ നമുക്ക് തരും. അതൊന്നും തരാൻ കാത്തിരിക്കുക, തരാത്തത് നമ്മളെ കുഴപ്പമാണ്. മഹതിയായ ബീവി ആസിയ റളിയല്ലാഹു തആല അൻഹ, ഫിർഔൻ ചരിത്രം അറിയാം. ഫിർഔന്റെ ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങി അവസാനം ഫിർഔന് വഴിപ്പെടാതെ വരുമ്പോ ഫിർഔൻ ചെയ്തെന്താണെന്നറിയോ? നാടിന്റെ വല്ല ആട്ടിനെ അറുക്കുന്ന കശാപ്പുകാര് വിളിച്ചു വരുത്തിയിട്ട് ആസിയ ബീവിയെ മുന്നിലോട്ട് വലിച്ചെറിഞ്ഞിട്ട് പറയാ, നിങ്ങൾ ആടിനെ കഷ്ടമാക്കണ പോലെ ജീവനോട് ബീവി ആസിയ അൻഹയെ കഷ്ടമാക്കി കൊത്തിമുറിക്ക്. ആസിയാനെ കൊത്തിമുറിക്കാൻ നടക്കുമ്പോ ആസിയാന്റെ ഞരങ്ങളിൽ കാണുമ്പോ
ആസിയാന്റെ ശരീരത്തിൽ നിന്ന് ബ്ലഡുകൾ ഇങ്ങനെ തെറിച്ചു വരുമ്പോ വാനലോകത്തിന്റെ മാലാകമാർ അല്ലാഹു തമ്പുരാനോട് നിലവിളിച്ചു, അല്ലാഹ് നിന്റെ അടിമയായി ഫിർഔന്റെ മുന്നില് ഈമാനിന്റെ ഇസ്സത്ത് കാണിച്ച ബീവി ആസിയ എന്തോരം കഠിനമാണ്, എന്തോരം പീഡനങ്ങളാ സഹിച്ചു പോണത്. അല്ലാഹുവേ രക്ഷിക്കണേ അല്ലാ. മാലാഖമാർ അല്ലാഹു തമ്പുരാനോട് ദുആ ചെയ്യുമ്പോ അല്ലാഹു മലക്കുകളോട് പറയാ, ആസിയാന്റെ ചുണ്ടനങ്ങുന്നുണ്ടല്ലോ, ആസിയാന്റെ ചുണ്ടുമനൻ എന്താ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കൂ. നിലവിളിക്കുകയാണോ, ആവശ്യങ്ങൾ പറയുകയാണോ, എന്താ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. മലക്കുകൾ എങ്ങനെ പോയി ശ്രദ്ധിച്ചു വന്നിട്ട് അല്ലാഹു തമ്പുരാനോട് പറയുകയാ, ബലാഉഹാ ശദീദ് വസബ്റുഹാ കസീർ വസുആലുഹാ ഹഖീർ. അല്ലാഹുവേ ആസിയ അനുഭവിക്കുന്ന പീഡനങ്ങൾ എത്രയോ കാഠിന്യമാണ്, ആസിയാന്റെ സബർ ക്ഷമ എത്രയോ വണ്ണമാണ്, വലിപ്പമാ. അല്ലാഹുവേ പക്ഷേ ഇതെല്ലാം സഹിച്ച ആസിയ ചോദിക്കുന്നത് വെറും ഒരു നിസ്സാരമായ ചോദ്യമാണല്ലോ അല്ലാ. അല്ലാഹു തമ്പുരാൻ ചോദിച്ചു, അറിയാത്തത് കൊണ്ടല്ല, എന്ത് ചോദ്യമാണ്? പടച്ചവനെ ബൈത്തും ഫിൽ ജന്ന. ആസിയ പടപടയ്ക്കുമ്പോഴും ചോദിക്കുന്നത് സ്വർഗത്തിന്റെ ഒരു ഭവനമാണ്, കേവലം സ്വർഗത്തിന്റെ ഒരു ഭവനമാണ്. മാലാഖമാര് പറയുമ്പോ അല്ലാഹു പറയാ, മാലാഖമാരെ നിങ്ങളൊന്നും മടങ്ങിപ്പോ. ആസിയ ചോദിക്കുന്ന സ്വർഗം എവിടെയാണ്, എങ്ങനെയുള്ളതാണ്, ഒന്ന് കേട്ടിട്ട് മടങ്ങി വരുന്നെന്ന് പറയുമ്പോഴാ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഓരത്ത് വന്ന് ശ്രദ്ധിക്കുമ്പോഴാണ് അവിടെ നിന്ന് ചോദിക്കും നമ്മുടെ ഖുർആൻ, റബ്ബി ബിനിലി ഇന്നക ബൈതും ഫിൽ ജന്ന. മലക്കുകൾ സന്തോഷത്തോടെ 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 ഓടി വന്ന അല്ലാഹു തമ്പുരാനോട് പറഞ്ഞു പോയതല്ലാ. ആസിയാക്കറിയാ ചോദിക്കേണ്ടതെന്ത്. ആസിയാടെ കാമുകൻ അത്രയും വലിയ ആളാണ്, ആസിയാടെ ഇഷ്ടതോടൻ ആസിയാടെ പ്രണയമേ അത് അല്ലാഹു തമ്പുരാനാ. ആസിയ ചോദിക്കുന്നത് കേവലം ഒരു സ്വർഗത്തിന്റെ വീടല്ല, റബ്ബി ബിനിലി, അല്ലോ എനിക്ക് നീ തരേണ്ടത് എന്താണെന്നറിയോ? ബൈത്തനാണ്. ബൈത്തൻ എന്ന് പറഞ്ഞാൽ സ്വകാര്യ റൂം എന്ന അറബി ഭാഷയിലെ അർത്ഥം, സ്വകാര്യ റൂം എന്നാണ് അർത്ഥം. അപ്പൊ സ്വകാര്യ റൂമാണ് വേണ്ടത് എവിടെ? ഇൻദക ഫിൽ ജന്ന. ഒരു ഓഫീസിന് മാനേജർ ഉണ്ടെങ്കിൽ തൊട്ടടുത്ത മുറി എന്ന് പറയണ പോലെ അല്ലാഹുവേ നിന്റെ ഓരത്ത്, നിന്റെ സമീപസ്ഥലാണ് സ്ഥാനത്ത് എനിക്കൊരു സ്വകാര്യ മുറിയാ വേണ്ടത്. മഹാന്മാര് പറയാ, അല്ലാഹു തമ്പുരാനെ ഇത്രയേറെ ഇഷ്ടപ്പെടുമ്പോ സ്വർഗത്തിൽ പോയാലും അല്ലാഹുവിന്റെ ലിഖാഅ് കാണാൻ കൊതിച്ചിട്ട് അല്ലാഹുവിന്റെ ഓരത്തിരിക്കാൻ പ്രാർത്ഥിക്കുന്ന ഒരു അടിമ ആസിയയാണ്. മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. ഇതുപോലെ അള്ളാഹുവിന്റെ ഇഷ്ടവും അടുപ്പവും എപ്പോഴും ഇങ്ങനെ നേടാൻ നമ്മൾ കൊതിക്കുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസിയാവുക. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. പടച്ചു നമ്മളോട് ഇഷ്ടമുള്ള ഒരു അടിമയെ കുറിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂല് ബനൂ ഇസ്രായേൽ സംഭവം പറഞ്ഞു കൊടുക്കുക. ഒരു അടിമയെ കുറിച്ച് മലക്കുകൾ അള്ളാഹുവിനോട് പരാതി പറഞ്ഞു, പടച്ചവനെ 10-30 കൊല്ലമായി അവന് നീ എല്ലാം കൊടുത്തില്ലേ, പക്ഷെ ഒരു ദിക്ർ പോലും അവൻ ചൊല്ലില്ല. അള്ളാഹുവിനെ ഒട്ടി വിവാദത്തിരിക്കുക. എന്നാൽ അള്ളാഹുവിനോട് ദേഷ്യമില്ല കേട്ടോ. അങ്ങനെ ഒരു മനുഷ്യനെ പടച്ചവനെ എന്തിനാ ദുനിയാവില്? അപ്പൊ അള്ളാഹ് പറയാണ്, മലക്കുകളെ അവനെ എനിക്ക് വലിയ ഇഷ്ടമാ, അവൻ എന്റെ നല്ലൊരു അടിമ. മലക്കുകൾ വെച്ച് പടച്ചവനെ നമ്മളൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പൊ അള്ളാഹ് പറയാ, നിങ്ങൾ കണ്ടില്ലെങ്കിലും അവന്റെ മനസ്സിൽ എന്നോടൊരു ഇഷ്ടമുണ്ട്. പ്രവർത്തിച്ചില്ല, ഓക്കെ സമ്മതിച്ചു. പക്ഷേ അവന് രോഗം കൊടുത്താൽ, ഒരു വിഷമം കൊടുത്താൽ അവൻ എന്നെ ഓർക്കും, ഓടി അടുക്കും, പഴയത് മറക്കും. അല്ലാഹു അവനെ കൊടുക്കുകയാണ്. അറ്റാക്കിന്റെ നെഞ്ചുമായി ബന്ധപ്പെട്ട, ഹാർട്ടുമായി ബന്ധപ്പെട്ട് ഒരു രോഗം കൊടുക്കുമ്പോ ഈ രോഗി അങ്ങ് പടപടച്ചു പോകുകയാണ്, ഭയന്നു പോകുകയാണ്. ആ നിമിഷം മുതൽ അല്ലാഹു തമ്പുരാനെ നിലവിളിച്ചുകൊണ്ട് ഓടിയെടുക്കുമ്പോ അതുവരെ മാറി നിന്നതെല്ലാം മറന്നുകൊണ്ട് അല്ലാഹു മാലാഖമാരോട് പറയാ, ഓ മാലാഖമാരേ, അവനതാ ഞാൻ എല്ലാ പാപങ്ങളും പുറത്തു കൊടുത്തിരിക്കുക, എന്റെ അനുഗ്രഹങ്ങളെല്ലാം ഞാൻ അവന് ചൊരിഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ സ്നേഹം ഇവിടെയാണ്.
ഇതാണ് റബ്ബിന്റെ മുന്നിലോ പടച്ചവനെ മുട്ടിപ്പായി പ്രാർത്ഥിക്കേണ്ട ഒരു നിമിഷമാ നമ്മുടെ മുന്നിലുള്ളത്. പക്ഷേ വൈകിയോ എന്നിടത്ത് ആ സംശയം ഞാൻ നിർത്താൻ പോവാണ്. റമദാനുമായി ബന്ധപ്പെട്ട ഒരൊറ്റ ചിന്ത നിങ്ങളുടെ മനസ്സിൽ കോറിയിട്ടിട്ട് കടന്നു പോകാം. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞുപോയ റമദാനൊന്നും ഇല്ലെങ്കിൽ ഇത് ആദ്യത്തെ റമദാനാ. അടുത്ത റമദാനൊന്നും നമ്മുടെ കയ്യിൽ ജീവിക്കുമെന്ന് ഉറപ്പില്ലാത്ത കാലത്തോളം അവസാന റമദാനാ. ഒരു റമദാനെങ്കിലും ഒരു മനുഷ്യന് എതിരായി ദുആ ചെയ്തു പോയാ ലോക മുസ്ലിമീങ്ങളുടെ ഇഷ്ടം എന്താണെന്നറിയോ, പ്രതീക്ഷ എന്താണെന്നറിയോ? ഇമാമുന ശാഫിഈ തങ്ങൾ പോലും ദുആ ചെയ്തത് ലഅല്ലിയൻ അനാല ബിഹിം ശഫാഅ, അല്ലാഹുവേ ശഫാഅത്തിലെങ്കിലും പെട്ടിട്ടൊന്ന് രക്ഷപ്പെടാനാണ്. ഏറ്റവും വലിയ നമ്മുടെ ഇമാമായ സയ്യിദുനാ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങൾ പോലും കൊതിച്ചുപോയ മുത്താണ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ ഫഖന്നബീന ഫീ ഖൽഖി വഫീ ഖുലുഖി വലം യുദാനു ഫീ ഇൽമി വലാ കറമി മൗലായ മൗലായ സല്ലി വസല്ലി. മദീനയിലേക്ക് ഉറക്കെ ചൊല്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് فاق النبيين في خلق وفي خلق ولم يدانه في علم ولا كرم مولاي صل وسلم دائما أبدا. പഴയകാല മഹാന്മാർ റമദാൻ വരുന്നതിന് 6 മാസം മുമ്പ് ദുആ ചെയ്ത് തുടങ്ങും. എല്ലാ നമസ്കാരത്തിലും എല്ലാ സമയത്തും അല്ലാഹ് വരുന്ന റമദാൻ എനിക്ക് എത്തിച്ചു തരണേ അല്ലാഹ് ദുആ ചെയ്യും. നമ്മൾ തുടങ്ങിയോ? ഇല്ല. റമദാൻ കഴിഞ്ഞാൽ അടുത്ത 6 മാസം അവർ ദുആ ചെയ്യും, അല്ലാഹ് ഈ കഴിഞ്ഞ റമദാൻ നഷ്ടത്തിലാക്കല്ല റബ്ബേ, അനുകൂലമാക്കണേ അല്ലാഹ്. കാരണം എന്താ? ഒരു റമദാൻ എതിരായി പോയാൽ നമ്മുടെ ആകെ കച്ചിത്തിരുമ്പോ മുത്തുനബിയുടെ ശഫാഅത്തിലെങ്കിലും പെട്ടിട്ടൊന്ന് രക്ഷപ്പെടുമല്ലോ അല്ലാഹ്. ഈ പ്രതീക്ഷ കൊണ്ടാണ് നമ്മളെ മുത്തുനബിക്ക് സ്വലാത്ത് ചൊല്ലണം, അവിടുത്തെ ഇഷ്ടപ്പെടണം, അവിടുത്തെ ഒരുപാട് നമ്മൾ ആദരിക്കണം. പക്ഷേ ഒരു റമദാനെങ്കിലും എതിരായി പോയാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുമത്രേ, അന ബരീഉം മിമ്മൻ ഖസ്ബുഹു ശുഹ്റു റമദാൻ. റമദാൻ എതിരായി പോയവൻ എന്റെ ശഫാഅത്തില്ല, ഞാൻ ഒഴിവാട്. അല്ലാഹുവിന്റെ റസൂല് മാറുമ്പോഴത്തേക്കും അല്ലാഹു തമ്പുരാന് പറയുമത്രേ, ലോകത്തെ ഏറ്റവും വലിയ റഹ്മത്തിന്റെ ഉദാരമതിയായ അല്ലാഹു തമ്പുരാ പറയുമത്രേ, എന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് കൈവിട്ടുപോയ ഒരാൾക്ക് പോലും എന്റെ റഹ്മത്തിന്റെ ഒരു ഓഹരി കിട്ടൂല. അല്ലാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. നമ്മളെന്തെല്ലാം അല്ലാഹുവിന്റെ റഹ്മത്താ ആസ്വദിക്കണേ. നമ്മളെ കാലൊന്ന് തട്ടിയിട്ടൊന്ന് വീഴാൻ പോകും അല്ലെ? കെട്ടാൻ നമ്മൾ പറയും ഇപ്പൊ വീണേനെ അറിയില്ലേ അല്ലെ? തട്ടിയെങ്ങാനും നിലത്ത് വീണാലോ അടുത്തിരിക്കുന്ന കല്ലിനെ നോക്കിയിട്ട് പറയും, പടച്ചോനെ അതിലെങ്ങാനും തല അടിച്ചതെങ്കിൽ ഇപ്പൊ തീണേനെ അല്ലെ, ഇപ്പൊ തീനേനെ പറയില്ലേ? പറയും. പക്ഷേ അല്ലാഹുവിന്റെ റസൂല് പറയാ, നിന്റെ കാലൊന്ന് തൊട്ടുമ്പോ നീ മുന്നോട്ടൊന്ന് ആയുമ്പോ അത് നിന്റെ മരണത്തിന്റെ 70-ൽ ഒരു അംശമാണ്. നബി മുഹമ്മദുർ റസൂലുള്ളാഹ് തലവേദന വരുമ്പോ, പനി വരുമ്പോ മരണത്തിന്റെ അംശമാണ്. അല്ല, അസ്രായേൽ ഒന്ന് തൊട്ടു നോക്കിയിട്ട് കടന്നുപോയി എന്റെ അർത്ഥം. അള്ളാഹു മനസ്സിലൊക്കെ ഭാഗ്യം തരട്ടെ. ഇന്ന് പ്രഭാതം മുതൽ ഈ വൈകുന്നേരം വരെ നമ്മുടെ ഇസ്രായേൽ ലിസ്റ്റുമായി നമ്മളെ മുന്നിൽ വന്നിട്ട്, വീടിന്റെ വാതിൽക്കൽ വന്നിട്ട്, എടാ റഹീമേ, എടാ റഷീദേ, എടാ നാസറേ, ഇവന്റെ പേരിന്ന് പിടിക്കാറായിട്ടുണ്ടോ? ഉണ്ടോ? ഇങ്ങനെ നോക്കി 70 വട്ടം പറഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ മറന്നു കിടക്കണമല്ല. കാല് വെട്ടി വീഴുമ്പോ, വണ്ടി ഇടിച്ചിട്ട് അവസാനം വരുമ്പോ ഒരാൾ വണ്ടി ഇടിച്ച് ഒരാൾ ഞാൻ കേട്ടിട്ടുണ്ട്,
വണ്ടി കുട്ട പോലായി തങ്ങളെ പടച്ചോൻ അത്ഭുതത്തോടെ രക്ഷപ്പെടുത്തി പറഞ്ഞു കേട്ടെത്തുന്ന വലിയ കറാമത്തിന്റെ ആളാണ്. അള്ളാഹുവിന്റെ റഹ്മത്താണ്. കാരണം അവൻ ഒരുപക്ഷെ ഏതെങ്കിലും ഒരു കാരക്കൊള്ളിയോ ഒരു രൂപയോ ഏതെങ്കിലും പാവങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കൊടുത്തിട്ടുണ്ടാവാം. ഇല്ലെങ്കിൽ ഏതോ ഒരു പാവത്തിനെ ഇവന്റെ മുന്നിലേക്ക് അള്ളാഹു കൊണ്ടുവരാൻ നിശ്ചയിച്ചിട്ടുണ്ടാകാം. അതിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നീട്ടിക്കൊടുക്കുക. നമ്മൾ ഇന്ന് പോയി ചിന്തിക്കണോ, വിടുമ്പോ മരിക്കുമെന്നൊരു ബോധം പറഞ്ഞ ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു ദിവസം 20 വട്ടമെങ്കിലും ഞാൻ മരിക്കുമെന്ന് ഓർക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. ശക്തമായ സുന്നത്ത അങ്ങനെ ഓർക്കൽ 20 വട്ടം നമ്മൾ ഓർത്ത പാപ്പാര 3-ാം ഫാത്തിഹ നടത്തുന്ന അപ്പോഴും ഉസ്താദ് വന്ന് ഫാത്തിഹ ഓതി മൗലിദ് ഓതുമ്പോ മകൻ എവിടെയുള്ള ബിരിയാണി ചെമ്പിന്റെ അകത്തായിരിക്കും അവന്റെ തലയുള്ള, ഇല്ലെങ്കിൽ ആൾക്കാർ പറഞ്ഞെടുത്തായിരിക്കും. പക്ഷെ അപ്പോഴും പായാണ് കിടക്കണേ, എനിക്കിരുന്ന് കൊണ്ട് ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ ഞാൻ ചൊല്ലിയാൽ അള്ളാഹു സ്വീകരിക്കുമെന്ന ചിന്ത നമ്മുടെ മക്കൾക്ക് വരാറില്ല. അങ്ങനെ വരുന്ന മക്കളെയാ നമുക്ക് വേണ്ടി അള്ളാഹു ഭാഗ്യം തരട്ടെ. മരിച്ചു കിടക്കുമ്പോഴോ നമ്മളെ മക്കള് ഡോക്ടറായി എഞ്ചിനീയറായി അവസാനം പടച്ചോനെ ഞാനിങ്ങനെ കിടക്കുമ്പോ അട്ടത്ത് കിടക്കുമ്പോ എന്റെ തിപ്പ മൂത്രമൊക്കെ വാരി നോക്കണം മക്കളെ തരണേ അല്ലാ. എല്ലാവരും പറയണം, എല്ലാവരും പറയാം ആ ദുആ പാടില്ല എന്ന മഹാന്മാരെ പഠിപ്പിക്കണേ. കാരണം എന്താ, അതിൽ വലിയൊരു അപകടമുണ്ട്. ഈ ദുആ എങ്ങാനും അള്ളാഹു സ്വീകരിച്ചാൽ മക്കള് ചിലപ്പോൾ നന്നാവുമായിരിക്കും, പക്ഷേ മക്കൾക്ക് തീറ്റോ മൂത്രം വാരണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ കിടപ്പിലാ വേണ്ടി വരും. അള്ളാഹു കാക്കട്ടെ. അങ്ങനെയുണ്ട്. അതുകൊണ്ട് സ്വാലിഹായ മക്കൾക്ക് വേണ്ടിയാ നമ്മൾ ദുആ ചെയ്യുക. സ്വാലിഹായ മക്കൾക്ക് വേണ്ടിയാ ദുആ ചെയ്യേണ്ട വിഷയം അല്ലാത്തോണ്ട് ഞാൻ കിടക്കണില്ല. കല്യാണം മകനെ ആലോചിക്കുമ്പോൾ മുതൽ തുടങ്ങണം മക്കൾ എങ്ങനെ സ്വാലിഹാകണമെന്ന്. അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ, നല്ല മക്കളെ തരട്ടെ. അള്ളാഹു നല്ല മക്കളെ തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, പരിശുദ്ധമായ റമദാൻ കൈവിട്ടു പോയാൽ മുത്തനബിയുടെ ശഫാഅത്ത് പോലും കിട്ടാത്ത അപകടമുണ്ട്. അതുകൊണ്ട് ഈ റമദാൻ, അടുത്ത റമദാനിൽ നമ്മളില്ലെങ്കിലോ ഈ റമദാൻ നമുക്ക് നിർണായകമാണ്. അള്ളാഹു വിജയിപ്പിച്ചു തരട്ടെ. അത് കിട്ടുന്നത് ആർക്കാ? 6 മാസം മുമ്പേ ദുആ ചെയ്യണോർക്കാ. പോട്ടെ, പരിശുദ്ധമായ റജബ് വരുമ്പോ പള്ളിയിലൊക്കെ തുടങ്ങൂലോ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലഗ്നാ ശഹ്റ റമദാൻ. എന്തിനാ റജബിലെ അള്ളാഹ് ഉടങ്ങണേ? ആ റജബ് ശുഹറുള്ള അള്ളാഹിന്റെ മാസമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമസ്കാരത്തിന്റെ വാർഷിക മാസമാണ് എന്ന് പറഞ്ഞാൽ ആ റജബിലാണ് ഖളായ നമസ്കാരം എല്ലാം നമ്മൾ ഒരു ളുഹറിന്റെ കൂടെ ഒരു ളുഹറെങ്കിലും നമസ്കരിച്ചിട്ട് ഒന്നിന് പിന്നാലെ ഒന്നുകൂടി കൂട്ടി ചെയ്ത് ഖളാ ഒക്കെ നികത്തി അള്ളാഹുമായുള്ള ബന്ധം നമ്മൾ ശരിയാക്കിയിട്ട് പരിശുദ്ധ റജബിലെ ശഅബാൻ ശഹരീനി മുസ്തഫ നബി തങ്ങൾ പറയും എനിക്ക് ശഫാഅത്ത് കിട്ടി ഈ ശഅബാനില. നമസ്കാരത്തില് പരിശുദ്ധ ഖുർആനിലെ ആയത്തിലെ ജുമാ പള്ളിയിലൊക്കെ നമ്മൾ 2ാമത്തെ ഖുതുബ കേൾക്കണം. ഇന്നല്ലാഹു വ മലായികത്തുഹു യുസല്ലൂന അലൻ നബിയ്യ്. അല്ലാഹു അവന്റെ മാലാഖമാരും മുത്തുനബിക്ക് സ്വലാത്ത് എടുക്കുന്നുണ്ട്. വിശ്വാസികളെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലി എന്ന് പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനം ആ ആയത്ത് ഇന്നല്ലാഹു വ മലായികത്തുഹു എന്ന സൂറത്തുൽ അഹ്സാബിന്റെ 56ാമത്തെ ആയത്ത് ഇറങ്ങിയത് ഈ ശഅബാൻ മാസത്തിലാണ്. ഒരുപാട് അത്ഭുതങ്ങള്, ചന്ദ്രനെ പുലർത്തിയടക്കമുള്ള അത്ഭുതങ്ങൾ നടന്ന ഈ മാസത്തില. നമ്മൾ തിരിഞ്ഞു നമസ്കരിക്കുന്ന പരിശുദ്ധമായ കഅബാലയം ഖിബ്ലയാക്കിയത് ഈ മാസത്തില. ഒരുപാട് മുത്തുനബി ആദരിച്ച മാസമാണ്. അതുകൊണ്ട് തന്നെ സ്വലാത്തിന്റെ വാർഷിക മാസം. മുത്തുനബിയെ വല്ലാതെ ആരാണോ മുത്തുനബിയെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് വഴിപ്പെടുന്നത് അപ്പോഴാണ് അവൻ അള്ളാഹുവിനെ വഴിപ്പെടുന്നവനാകുന്നത് എന്ന് പറഞ്ഞാൽ ഖുർആൻ ഹദീസ് പോലുമല്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ മാസം മുത്തുനബിയോടുള്ള ബന്ധം സുദൃഢമാക്കണം. ഇഷ്ടത്തോടെ, സ്നേഹത്തോടെ, സ്വലാത്തുകളോടെ. ചെല്ലാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ 33 100 ഒക്കെ സ്വലാത്തൊക്കെ ചൊല്ലി മുത്തുനബിയോടുള്ള ബന്ധമൊക്കെ ഒന്ന് പുതുക്കി ഏത് സ്വലാത്തായാലും കൊള്ളാം, ചൊല്ലിക്കൊള്ളി. അള്ളാഹു ഭാഗ്യം തരട്ടെ. അങ്ങനെ ചൊല്ലി 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 പരിശുദ്ധമായ റമദാനെ ആറ്റുനോറ്റിരുന്ന് കാത്തുകാത്തിരുന്ന് ആദ്യമായി പരിശുദ്ധമായ റമദാനിന്റെ സുന്ദരமான വിളിയാളം പള്ളിയില് അല്ലാഹുവേ ഈ മുളയക്കോണത്തകാ തക്ബീറിന്റെ ധ്വനികള് അല്ലാഹുവേ ഇവിടത്തെ പ്രിയപ്പെട്ട മഹാനായ റിയാസ് ഹസനി ഉസ്താദ് ഇങ്ങനെ വിളിച്ചു പറയുമ്പോഴാ വീട്ടിന്റെ ഉമ്മമാരെല്ലാം പറയുന്ന ഒരൊറ്റ കാര്യമാണ്. ഉമ്മമാര് പറയും ആ ഫ്രിഡ്ജിരിക്കുന്ന ദോശയിലെയും ഒക്കെ മാവൊക്കെ എടുത്ത് പുറത്തു വെക്കും. പുറത്തു വെച്ചിട്ട് മക്കളോട് പറയും, മക്കളെ നേരത്തെ കിടന്നുറങ്ങടാ, തല നോമ്പാണ്, നേരത്തെ എഴുന്നേക്കാനുള്ളതാന്ന് പറഞ്ഞ ദിവസം വന്നാണ്. നമ്മളെ കാക്കമാരെല്ലാം തറാവി കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോ തൊട്ടടുത്ത പാക്കരാക്കാരെ കടയിൽ നിന്ന് ഒരിക്കലും ഏത്തപ്പഴം വാങ്ങിക്കൊണ്ട് പോകും. ചിലപ്പോ അവളെങ്ങാനും കിടന്നുറങ്ങിപ്പോയാലെങ്കിലേ പോകില്ല.
അത്താഴം കഴിക്കാൻ ഈ പഴമെങ്കിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് മാച്ചുകൊണ്ട് പോയിട്ട് നേരത്തെ കിടന്നുറങ്ങണ ദിവസവും ആ ഒന്നാമത്തെ രാവ്. അല്ല മോനെ, അല്ല, പരിശുദ്ധമായ റമദാനിന്റെ ഒന്നാമത്തെ രാവ് ഉണർന്നിരിക്കേണ്ട രാവാ. ആരാ ഉണർന്നിരിക്കണേ? അതാ റമദാൻ വരുന്നതിന് മുമ്പ് 6 മാസം മുമ്പായാലും റജബ് തുടങ്ങിയായാലും ശഅബാനിലായാലും പോട്ടെ, ഇന്ന് മുതലല്ലോ വീടെല്ലാം അടിച്ചുമാറി വൃത്തിയാക്കി മക്കൾക്കെല്ലാം നോമ്പിന്റെ ബോധം കൊടുത്തിട്ട് നോമ്പ് തുറക്കുന്ന അവസ്ഥകൾ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞ വർഷം നോമ്പിനും തറാവീഹിനും നോമ്പ് കഞ്ഞിക്കുമെല്ലാം പൈസ കൊടുത്തുള്ള പള്ളികളോ അതെല്ലാം ഒന്ന് തർത്തീബാക്കി ഇപ്പോഴേ തീരുമാനമാക്കി. എന്തിനോട്? അല്ലാഹുവിനും മുഅ്മിനാണ് മനുഷ്യന് കൊടുക്കണ ഏറ്റവും വലിയ അതിഥിയാ റമദാൻ. ഈ റമദാൻ എങ്ങാനും എന്റെ ജീവിതത്തിന്റെ ഒടുക്കത്തെ റമദാനായി പോയാ അല്ലാഹ് നിന്നോട് പൊട്ടിക്കറിയാതെ വേറൊരു റമദാനില്ലല്ലോ അല്ലോ എന്ന പേടിയോടെ ഹൃദയത്തിന്റെ തഖ്വയോടെ അല്ലാഹ് ഈ റമദാൻ എനിക്ക് എത്തിക്കണേ അല്ലാ. റമദാനിന്റെ തലേ ദിവസം മരിച്ചു വീണ എത്രയോ പേരുണ്ടല്ലോ, അതുപോലെ എന്റെ റമദാൻ നഷ്ടപ്പെടുത്തല്ലോ അല്ലാ. പൂർണ്ണമായി നോമ്പെടുക്കാൻ ഭാഗ്യം തരണേ അല്ലാ. ഇന്ന് മുതൽ ഓരോ വഖത്തിലും ദുആ ചെയ്ത് കാത്തിരുന്ന് റമദാൻ എത്തുമ്പോ ആദ്യത്തെ രാത്രി അതാ നമ്മൾ നിയ്യത്തെടുക്കാറ്, അതാ അവിടെ ഇരുന്നു കൊണ്ട് ദിക്റുകളോടെ സ്വലാത്തുകളോടെ കാത്തിരിക്കുന്ന മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന അത്ഭുതം എന്താണെന്നറിയോ? 4 മഹാത്ഭുതങ്ങളോടൊപ്പം അല്ല കൊടുക്കുന്ന ബമ്പർ ഓഫറാണ്. റമദാനിന്റെ ഒന്നാമത്തെ രാത്രിയാണ് 1,00,000 പേര് അല്ലാഹു നരകമോചനം കൊടുക്കുന്ന രാത്രിയാണ്. അല്ലാഹ് നിന്റെ അമ്പരചുംബിയായ ഒരു ഭവനത്തിന്റെ ഉദ്ഘാടനത്തിലാ ഈ പാതിരാത്രി പരിശുദ്ധമായ ശഅബാനിന്റെ രാവിലാണല്ലോ ഇവിടെ ഇരുന്നു കൊണ്ട് റമദാൻ ആശിക്കുന്നവരല്ല. നോമ്പെടുത്തോളാ, ഖുർആൻ ഓതിക്കോളാ, അല്ലാഹുവേ ദിക്ർ ചെയ്തോളാം. എങ്ങനെയാ? ഒരാളോടും അസൂയയില്ലാതെ, ഒരാളോടും പകയില്ലാതെ, ഒരാളോടും ഉൾപ്പെരുമയില്ലാതെ അല്ലാഹുവേ എല്ലാവർക്കും ഞാൻ വിട്ടുവീഴ്ച ചെയ്തിട്ടോ നിന്റെ റമദാൻ കാത്തിരിക്കുകയാ. ആദ്യത്തെ രാത്രി 1,00,000 പേർക്കോ അതാ നരകമോചനം കൊടുക്കുമ്പോ സാധുക്കളാണ് മുളയങ്കോണത്തിന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരങ്ങളോ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നേ അല്ലാ, ഉൾപ്പെടുത്തുന്നേ അല്ലാ, ഉൾപ്പെടുത്തുന്നേ അല്ലാ. ഒരൊറ്റ തിരിച്ചറിവ് കൂടി നമുക്ക് ഉണ്ടാകണം. ഇന്ന് നമ്മൾ ളുഹർ നമസ്കരിച്ചിട്ടുണ്ട്, മഗ്രിബ് നമസ്കരിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, നമുക്കൊരു ചിന്തയുണ്ട്, മഗ്രിബ് നിസ്കരിച്ചല്ലോ, ളുഹർ നിസ്കരിച്ചല്ലോ, ഇതങ്ങ് കഴിഞ്ഞു വന്ന പാടാണെങ്കിൽ വേണ്ട മോനെ, നമുക്ക് ചിന്ത വേണം എപ്പോഴും. അല്ലാഹു നമ്മുടെ വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ആഗ്രഹം വേണം. ഒരു ഭർത്താവ് 5 വർഷം ഗൾഫിൽ നിന്നിട്ട് നാട്ടിലോട്ട് മടങ്ങി വരുമ്പോ ഒരു ഭാര്യയ്ക്കുണ്ടാവണ വെപ്രാളം എങ്ങനാണ്? ഇന്നൊന്നും കാണൂല, 10 കൊല്ലം മുമ്പുള്ള ഗൾഫാർ ചിന്തിച്ചാൽ മതി അതൊക്കെ ഇല്ലേ? ഇന്ന് വന്ന പിറ്റേന്ന് ചോദിക്കും എന്ന് ഓണം വെച്ചാന്ന് ചോദിക്കും തിരിച്ച്. മറ്റതങ്ങനെയല്ല. പടച്ചവനെ അന്നത്തെ ദിവസം അതിന് ഒരാഴ്ച മുമ്പ് റൂമും കട്ടിലും വീടും ഒക്കെ അടിച്ചു വാരണ അവരുടെ പാട് കണ്ടാൽ അന്ന് രാവിലെ 10 വട്ടം കുളിച്ചാലും അവർക്ക് തൃപ്തി വരില്ല. എല്ലാ ദിവസവും എവിടെയും സുന്ദരമായി നല്ല മട്ടൻ കറി വെക്കുന്ന പെണ്ണാണെങ്കിലോ അന്ന് മട്ടൻ കറി വെച്ചാൽ ഒന്നി ഉപ്പ് കൂടും, ഇല്ലെങ്കിൽ എരി കൂടും. കാരണം ആ വെപ്രാളം മച്ച വരുമ്പോ ഇഷ്ടപ്പെടുവോ ആ പാവപ്പെട്ടവൻ വന്ന് വിളമ്പി വെക്കുമ്പോ ഇങ്ങനെ കടിക്കുമ്പോ വായി തന്നെ നോക്കിക്കൊണ്ടിരിക്കും, മച്ചക്ക് ഇഷ്ടപ്പെട്ട മച്ച അതല്ലേ. ആ പെണ്ണിന്റെ ആത്മാർത്ഥത ഇതുപോലെ പോയി കിടന്നുറങ്ങുമ്പോ കിടന്നുറങ്ങുമ്പോ മുത്തനബി സഹാബത്തിനോട് പറഞ്ഞതാ, പോയി കിടക്കുമ്പോ ചിന്തിക്കേണ്ടെന്നറിയോ? അല്ലാഹുവിന്റെ മുടിനാരിഴകീറി പരിശോധിക്കുന്ന ഹിസാബിന്റെ ഒരു ലോകമുണ്ട്. ആ ലോകത്ത് വരുമ്പോ മുത്തനബി പറയാൻ ഞാൻ പോലും പെട്ടുപോകും സ്വഹാബാ. മുത്തനബിയുടെ വാശി ഞാൻ പോലും പേടിയില്ല. സ്വഹാബത്തിനോട് പറയാ, സ്വഹാബ കിടക്കുമ്പോഴേ ചെയ്ത കാര്യങ്ങളിനെ ഒന്ന് പടച്ചോനെ ഇതത്ര ഞാൻ നോക്കിയിട്ട് വിചാരം അല്ലാ എന്റെ നാവിന്ന് പെട്ടല്ലോ. നമ്മളൊക്കെ ഉണ്ടല്ലോ പള്ളിയിൽ വരും, നമസ്കരിക്കും, വലിയ ഉഷാറാ അല്ലേ? അടുത്ത അപ്പുറത്തെ കാതറാക്ക് വരും, അസ്സലാമു അലൈക്കും, വഅലൈക്കും സലാം, സലാം പറഞ്ഞ മടങ്ങുമ്പോ അവന്റെ സലാം ഇന്നലെ കല്യാണം കഴിഞ്ഞ് മിണ്ടിയില്ല. ഇങ്ങനെ പറഞ്ഞ സ്വഭാവം നമുക്കുള്ളത്. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. അപ്പോ ആ ചിന്ത കളഞ്ഞിട്ട് അല്ലാ ഇന്ന് ഞാൻ നമസ്കരിച്ച് നിനക്ക് ഇഷ്ടപ്പെട്ടു അല്ലാ,
ഇന്ന് ഞാൻ നമസ്കരിക്കുമ്പോഴാ കടയിലെ കാര്യം ഓർമ്മ വന്നത്, കടം കൊടുക്കാനുള്ളത് ഓർമ്മ വന്നത്. ഇന്നാണല്ലോ തങ്ങൾ പള്ളിയിൽ വരണത് ഓർമ്മ വന്നത്. ഇതൊക്കെയൊന്ന് ചിന്തിക്കണമല്ലോ. പടച്ചവനെ മാപ്പ് തന്നിട്ടൊന്ന് സ്വീകരിക്കോ അല്ലാ. അള്ളാഹുവിനോട് വെടിപ്പായി ചോദിക്കാൻ കഴിയുന്നവരാകണം. അള്ളാഹു ഭാഗ്യം തരട്ടേതാണ്. ഞാൻ നിർത്തട്ടെ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു ഖൈസ് തങ്ങൾ മുത്തുനബിയെ ഇഷ്ടമുള്ള ഒരു സ്വഹാബിയാണ്. മരിക്കാൻ ഇങ്ങനെ കിടക്കുമ്പോ പിടപെടുക്കുമ്പോ സുബ്ഹാനല്ലാഹ് രോഗിയായി വലയുമ്പോ മന്നത്തോടെടുക്കുമ്പോഴാ അബ്ദുല്ലാഹി ഇബ്നു ഖൈസ് തങ്ങൾ കണ്ണിങ്ങനെ നിറഞ്ഞ് കണ്ണുനീര് ധാരധാരയായി ഒഴുകുമ്പോഴാ സ്വഹാബത്ത് വന്ന് ചോദിക്കുന്നു, ഖൈസേ എന്ത് പറ്റി മോനെ? അല്ല ഞാൻ കരയുന്നത് എന്താണെന്നറിയോ? ജീവിതത്തിന്റെ ദാരിദ്ര്യമല്ല, മക്കളെ കെട്ടിക്കാനുള്ളതല്ല, ഒന്നുമല്ല, ദുനിയാവിന്റെ പ്രശ്നമല്ലേ അല്ല സ്വഹാബാ. അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു കഷ്ണം ആയത്ത് എന്റെ തലയ്ക്ക് വല്ലാതെ പിടിച്ചിട്ടുണ്ട്. അതിങ്ങനെ ഓർത്തു പോകുമ്പോൾ എനിക്ക് കരച്ചിൽ നിർത്താൻ കഴിയുന്നില്ല. അബ്ദുല്ലാഹി ഇബ്നു ഖൈസ് തങ്ങൾ പറയാ, സുബ്ഹാനല്ലാഹ്, നരകത്തെ ഓർത്ത് കരയാണ്, അല്ലാഹുവിന്റെ ഹിസാബ് ഓർത്ത് കരയാ. സ്വഹാബത്ത് പറഞ്ഞു, ഖൈസ് തങ്ങള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൈപിടിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന നിമിഷം മുതൽ ഒരു സുന്നത്തോ ഫർളോ വിടാറില്ലല്ലോ, ഒരു ജമാഅത്ത് വിടാറില്ലല്ലോ. അതുമാത്രമല്ല, തന്റെ ഉറക്കറയിലേക്ക് കടപ്പിലോട്ടൊന്ന് കടന്നു പോകുമ്പോ സുബ്ഹാനല്ലാഹ്, ഇതൊന്നും കൂടാതെ 1000 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാതെ ഒരു ദിവസം പോലും കടന്നുറങ്ങാത്ത മഹാനല്ലേ, വലിയ സ്ഥാനമല്ലേ. സ്വഹാബത്ത് ചോദിക്കുമ്പോ മഹാനാണ് ഖൈസ് തങ്ങൾ ചോദിച്ചത്, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. ഇതൊക്കെ ഞാൻ ചെയ്തു, പക്ഷെ എന്റെ അല്ലാഹ് എന്നെ സ്വീകരിച്ചു. മുത്തഖീനിലല്ലേ പഠിച്ചു സ്വീകരിക്കൂ. ഞാൻ മുത്തഖിയായോ? ഇതെനിക്ക് വല്ലാതെ പേടിയാ. കൈപിടിച്ച സ്വഭാവത്തിന്റെ പേടിയാ. നമ്മളോ നിസ്കരിച്ചിട്ട് എല്ലാം കാത്തിരിക്കുക. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. ഈ റമദാൻ നമുക്ക് അനുകൂലമാകണം. അള്ളാഹു നമ്മുടെ നാട്ടിൽ നല്ലൊരു പള്ളി തന്നു, അമ്പരചുംബിയായ പള്ളി. അള്ളാഹു ഇത് പരിശ്രമിച്ച എല്ലാവർക്കും ചിന്ത പോലും വന്നവർക്ക് അർഹമായ പ്രതിഫലം ഒന്നുമല്ല. നിങ്ങൾ ഓരോരുത്തരുടെയും കയ്യിലായി വരണം. ഇനി ഈ പള്ളി ഒരു വരുമാനമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. സുന്ദരമായി നടത്തിക്കൊണ്ടുപോകണം. ഇൻഷാ അല്ലാഹ് ഞാൻ കൊടുക്കാം. ഈ പള്ളിക്ക് മാസം 1000 രൂപ ഞാൻ വരുമാനമായി കൊടുക്കാം, എല്ലാ മാസവും ഒരു വരിയായി. ഇനി അതല്ല, എന്റെ ഒരു ദിവസത്തിന്റെ ശമ്പളം ഞാൻ കൊടുക്കാം. 30 ദിവസത്തിൽ അള്ളാഹു തരുമ്പോ എന്റെ ഒരു ദിവസം അള്ളാന്റെ പള്ളിക്ക് വേണ്ടി ഞാൻ കൊടുക്കാമെന്ന് പറയും. ആദ്യം പറയണം, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ആദ്യമായി ഞാൻ കൊടുക്കാമെന്ന് പറയാൻ ആരാ ഉള്ള? അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ റമദാൻ സഹോദരനെ പേര് പറ, ഷാജഹാൻ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഇന്ന് ഒരാൾ പറഞ്ഞാൽ അവരെ പേർക്ക് ഒരു സ്വലാത്ത ശഅബാനിലെ മുത്തുനബിക്ക് സമ്മാനമായി അള്ളാഹു സ്വീകരിക്കട്ടെ. ഉറക്കെ എല്ലാം ചൊല്ലിയേ. ഷാജഹാന് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് പടച്ചവനെ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ പള്ളിയുടെ മടത്തിപ്പിനായ മാസം തോറും ഞാൻ കൊടുക്കാമെന്ന് സങ്കോചത്തോടെ കൈവർത്തിയ ഷാജഹാൻ എന്ന പൊന്നുമോനെ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ആദ്യമാതി സ്വർഗത്തിൽ കിടക്കണ മുഹബ്ബീങ്ങളെ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാ. പടച്ചവനെ, നിന്റെ പള്ളിക്ക് വേണ്ടിയാ, സ്വന്തം വീടിനല്ല, ലാഭത്തിനല്ല, ഈ കടന്നു വരുന്ന റമദാനൊന്ന് അനുകൂലമാകാ നിന്റെ പള്ളിയൊന്ന് പരിപാലിക്കാനാ. അല്ലാഹുവേ, ഉസ്താദിന് ശമ്പളം കൊടുക്കുമ്പോ ആലിമീങ്ങൾ ആദരിക്കുന്ന മഹത്വം ഒന്ന് കിട്ടാനാ. സാധുക്കളാണ് ആലിമീങ്ങൾ കൊണ്ടുപോയി മക്കൾക്കത് പാചകം ചെയ്ത് കൊടുക്കുമ്പോ ആലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പ്രതിഫലം കിട്ടാനാ. ഇങ്ങനെ ഒന്നിൽ തുടങ്ങി എത്രയോ നൂലിട്ട ബന്ധം പോലെ തുടർന്ന് വരുന്ന അത്ഭുതങ്ങളാണ് പ്രതിഫലം കിട്ടാനാ. ഷാജഹാൻ എന്ന പൊന്നുമോട് ജീവിതത്തിൽ വലിയ അത്ഭുതം കൊടുക്കണേ അല്ലാ. ആ കുടുംബത്തിൽ വലിയ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ബിസിനസ്സിൽ വലിയ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ. ദുനിയാവിൽ അല്ലാ ക്യാൻസർ കൊടുക്കല്ല റബ്ബേ, ബ്രെയിൻ ട്യൂമർ
സംരംഭം നൽകല്ലേ അല്ലാ, കിഡ്നി തകരാറ് കൊടുക്കല്ലേ അല്ലാ, ആ കുടുംബത്തിന്റെ പൊന്നുമക്കളെ നല്ല സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, ബിബറകത്തി റസൂലില്ലാഹ്. രണ്ടാമത്തെ ആളാണ് ഞാൻ കൊടുക്കാന്ന് പറയാം. അല്ലാഹ് കഴിയണമെന്ന് പറഞ്ഞു. ഇനി 500 ആണെങ്കിൽ 500 അല്ലാഹു സ്വീകരിക്കും. ഉമ്മമാര് ബദറുദ്ദീൻ സാഹിബ് എല്ലാ മാസവും അല്ലാഹു സ്വീകരിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റഹ്മാനായ തമ്പുരാനെ, ഈ പറയുന്ന ഓരോ പറച്ചിലും കടന്നു വരുന്ന റമളാനെ ആദരിക്കുന്നു എന്ന മഹത്വത്തോടെ സ്വീകരിക്കണേ അല്ലാ. ആ കുടുംബത്തിൽ വലിയ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഈ സ്വലാത്ത് മദീനയുടെ മണവാളൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ഓരത്തെത്തിക്കണേ അല്ലാ. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഈ പൊന്നുമോന്റെ ജീവിതത്തിൽ വരുമാനമാ, ഈ ദുനിയാവിലെ ഏത് മേഖലയാ കൊടുത്തതിൽ വർധനവ് കൊടുക്കണേ അല്ലാ. വലിയ ബറക്കത്ത് നൽകണേ അല്ലാ, നിലനിർത്തി കൊടുക്കണേ അല്ലാ. എല്ലാത്തിലും ഉപരി റമളാൻ അനുകൂലമാകുന്ന വലിയൊരു മഹാഭാഗ്യോ അവർക്ക് നസീബാക്കണേ അല്ലാ, ബിബറകത്തി റസൂലില്ലാഹ്. അടുത്താരാ പറയാനുള്ളത്? അല്ലാഹു സ്വീകരിക്കട്ടെ. ഭാഗ്യമുള്ളവരൊക്കെ പറയും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. പറയണമെങ്കിൽ പടച്ച ഉള്ളിൽ ഇതിങ്ങനെ തോന്നിപ്പിക്കണം. അല്ലാഹു ആ തോന്നിപ്പിച്ചവരൊക്കെ ഉത്തരം ചെയ്യും. ഈ ശഅബാൻ റമളാൻ കൊതിക്കുമ്പോൾ അല്ലാഹുവേ പറയണ ഒരാളെയും ഈ കഥാവിലാക്കല്ലേ അല്ല, കഥാവിലാക്കല്ലേ അല്ല, പാടാക്കല്ലേ അല്ല. നാളെ മുതൽ മരിക്കണവരെ നമ്മൾ ദുആ ചെയ്യുന്ന എല്ലാ സദസ്സിലും ഞങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തുന്ന തമ്പുരാനെ ബറകത്ത് റസൂലുള്ളാഹി. സഹോദരിമാരെ ഭാഗത്തെല്ലായിടത്തും ഒരുത്തര് സംഘടനയിലെ ഒരാളിങ്ങനെ പോയിട്ട് പോവാ എല്ലായിടത്തും. ആ ഉപ്പാരെ വേഗം സുലൈമാൻ സാഹിബ് അല്ലാഹു സ്വീകരിക്കട്ടെ. ഉറക്കെ ചൊല്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, ബറക്കത്തിലാക്കണേ അല്ലാ. എല്ലാവിധமான ഖൈറിന്റെ ബറക്കത്തിന്റെ റാഹത്തിന്റെ സമൃദ്ധിയുടെ സമാധാന കവാടങ്ങൾ അകലവും തുറന്നു കൊടുക്കണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. പടച്ചവനെ, നിന്റെ പള്ളിക്ക് വേണ്ടി ഓരത്തെ റമളാൻ ആദരിച്ചുകൊണ്ട് ആര് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും അതൊരു നഷ്ടമാക്കല്ല. അവർക്ക് ഈ ദുനിയാവിൽ നീ അനുവദിച്ചു കൊടുത്ത വരുമാന മാർഗങ്ങളില് വലിയ വർധനവിനതൊരു സബമാക്കണേ അല്ലാ. എല്ലാവിധமான ഖൈറും ബറക്കത്തും ഒരുമയുമുള്ള സുന്ദര കുടുംബമാ, ആ കുടുംബത്തെ സ്വീകരിക്കണേ അല്ലോ. റമളാൻ അനുകൂലമാകാനുള്ള തൗഫീഖില്ല, അനുഗ്രഹീത പറച്ചിലാക്കി സ്വീകരിക്കണേ അല്ലോ. ഈ ബറക്കത്തി റസൂലില്ലാഹ്. ഇനി ആരുള്ള പെട്ടെന്നാണ് പറഞ്ഞോ. 500 ആയാലും ഇനി അതല്ല 100 എന്റെ കയ്യിലുള്ള മാസം ഞാൻ കൊടുത്തോളാം. ഒരു കുഴപ്പമില്ല. ഒരു മാസം ഒരു വർഷത്തെ ആകുമ്പോൾ 1200 രൂപയാവുള്ളൂ. ഞാൻ കൊടുക്കാൻ പിരിവില്ല, പല തുള്ളി പിരിവുകളില്ല. അള്ളാഹു സ്വീകരിക്കട്ടെ. ആരാളുള്ള പെട്ടെന്നാണ് സഹോദരിമാരെ ഭാഗത്തൂടെ ഒരാൾ പോയി നോക്കും. ഇൻഷാ അല്ലാഹ് പറയും. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഒരാളെ ഉള്ള മോളുണ്ടാള് സഹോദരിമാരെ ഭാഗത്ത് ആ ലിസ്റ്റ് കൊണ്ടുവരുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് പഴയ ലിസ്റ്റ് ഒന്ന് വായിക്കും. എന്നിട്ട് ആ ലിസ്റ്റ് കൊണ്ടുവരുന്ന ലിസ്റ്റോട് വായിച്ച് ആരെങ്കിലും ഉണ്ടോ? പെട്ടെന്നാവണം. അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ ഒരു അവസരം പിന്നെ കിട്ടൂല. റമളാന് മുമ്പ് ഇനി ഒരു അവസരം നമുക്കില്ല. വരുന്ന റമളാൻ ആദരിക്കാൻ ഇതെങ്കിലും അല്ലാഹ് എനിക്കൊന്ന് അനുകൂലമാക്കി തരണേ റബ്ബേ എന്ന ദുആയിൽ ഇൻഷാ അല്ലാഹ് ഞാൻ കൊടുക്കാം. എന്റെ തക്കാവിൽ ഒരിക്കലും നഷ്ടമാവില്ല. മരിച്ചുപോയി കിടന്നാലും അതുവരെ നടത്തിയ ആ പ്രതിഫലം നമ്മുടെ കബറി വരും. എന്റെ കാലം വല്ലാത്ത അപകടം അല്ലാഹു കാക്കട്ടെ. മക്കള് പോലും ഒരു പട്ടി ചത്താക്കൊണ്ട് കുഴിച്ചിടുന്ന പോലെ വാപ്പാനെ ഉമ്മയും കുഴിച്ചിട്ടിട്ട് ഫാത്തിഹ പോലെ ഓതാതെ മടങ്ങണ കാലവും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മക്കളെ നല്ല സ്വാലിഹ്യങ്ങളാക്കി അല്ലാഹു ആക്കി തരട്ടെ. അതുകൊണ്ട് നാളെ സ്വർഗത്തിന്റെ സമ്പാദ്യം എനിക്ക് വേണം. ദുനിയാവിലെല്ലാം ഉണ്ട്, ഇതൊക്കെ തന്നതും അള്ളാഹ്ക്കറിയാം. പക്ഷെ എനിക്ക് ആഖിറത്തിൽ എനിക്ക് വേണം ഈ സദസ്സിനൊരു സമ്പത്ത് എന്ന് പറയാൻ ആരാളുള്ളത്? പെട്ടെന്നാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. ലിസ്റ്റ് വായിച്ചിട്ട് ആലിസ്വ
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യമേ ഈ നിർമ്മാണ കമ്മിറ്റിയുടെ 2-3 പേരുകൾ വിട്ടുപോയിട്ടുണ്ട്, ക്ഷമിക്കണം. ഹാജി ലുക്മാൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഹാജി ലുക്മാൻ, നാസർ, ഷിയാസ് എന്നിവർക്ക് സ്വാഗതം നേരത്തെ പറയാൻ വിട്ടുപോയിരുന്നു. ഈ ആദ്യമായി സ്ഥലം വാങ്ങാൻ പൈസ തന്നവരുടെ പേര് വരാണ് ഷാജി പുതുവലിൽ, ഷിഹാബ് പുതുവലിൽ, ഹാഷിം പുതുവലിൽ. 2,05,000 രൂപ ഈ വസ്തു വാങ്ങിയതാണ്. അടുത്തത് തൈക്കാവ് പുനർനിർമ്മാണ ഫണ്ടിലേക്ക് സംഭാവന ചെയ്തത് ഷാനവാസ് പുതുവലിൽ 4,31,000 രൂപ, ഷാജി പുതുവൽ 2,30,000 രൂപ, ഷാഹുൽ ഹമീദ് പുതുവലിൽ 69,000 രൂപ, ഷറഫുദ്ദീൻ പുതുവലിൽ 45,000 രൂപ, ഷാജി പുതുവലിന്റെ കെയർ ഓഫിൽ വന്ന 51,000 രൂപ. ആ പേര് വിവരം മുഹമ്മദ് സാല സൗദി, ഹുസൈൻ ആറ്റിങ്ങൽ, റഫീഖ് കർണാടക, അസീം പത്തടി, ജമാൽ കൊല്ലം, അൻസിൽ കിളിമാനൂർ, ഹാരിസ് വെഞ്ഞാറമൂട്, അസീം ആറ്റിങ്ങൽ, റിയാസ് മണനാക്ക്, കോയ മലപ്പുറം, ഹാജ തിരുവനന്തപുരം. ഷിഹാബ് കാവിൽ 1,00,000 രൂപ, ഹാഷിം പുതുവലിൽ 1,00,000 രൂപ. ഹാഷിം പുതുവലിന്റെ ശ്രമ ഫലമായി കിട്ടിയ തുക ഷെറിൻ അബ്ദുൽ ഹമീദ് കല്ലമ്പലം 70,000 രൂപ. കൂടാതെ നമ്മൾ ഈ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന്റെ കമ്മിറ്റി കൂടുന്ന സമയത്ത് പഴയ ബിൽഡിങ്ങിന്റെ റൂഫ് കൂടി പൊട്ടിക്കാൻ നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗം കൂടിയായ ഹാജി ലുക്മാൻ അവരുടെ കുടുംബത്തിൽ നിന്ന് ഏൽക്കുകയും അദ്ദേഹത്തിന്റെ ശ്രമപരമായി 2,45,000 രൂപ ഈ പള്ളിക്ക് വേണ്ടി തരികയും, അങ്ങനെയാണ് നമ്മൾ ഈ പഴയ ബിൽഡിങ്ങും പുതിയ ബിൽഡിങ്ങും കൂടെ പൊട്ടിച്ച് ഒന്നാക്കി പാർക്കാൻ സഹായിച്ചത്. അത് പേര് വിവരം കൂടെ ഞാൻ വായിക്കാം. പ്രത്യേകം ലുക്മാൻ 1,00,000 രൂപ, സലാഹുദ്ദീൻ 20,000 രൂപ, പേര് വെളിപ്പെടുത്താത്ത ഒരു സഹോദരൻ 6,500 രൂപ, മനാഫ് വലിയ വഴി 20,000 രൂപ, ഹക്കീം മല്ലം മാങ്കോട് 50,000 രൂപ, ഷാജി കല്ലുവാതുക്കൽ 25,000 രൂപ, സക്കരിയ വളർവച്ച 10,000 രൂപ, അബ്ദുൽ സമദ് മന്നാനി തൊളിക്കോട് 3,500 രൂപ, നസീർ പള്ളിക്കുന്നമ്പുറം 5,000 രൂപ, ആരിഫ മല്ലം മാങ്കോട് 5,000 രൂപ. ഏതെങ്കിലും പേര് വിവരത്തിൽ ഏതെങ്കിലും തുകയ്ക്ക് വ്യത്യാസം വന്നാൽ പിന്നെ തിരുത്തി അറിയിക്കുന്നതാണ്. ഇത് പെട്ടെന്ന് പേരെഴുതി വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. സുധീർ കരിന്തലക്കോട് 50,000 രൂപ. ഒരു സഹോദരൻ ഒരു ബൈപ്പാസ് ശസ്ത്രക്രിയ കഴിഞ്ഞ് കിടക്കുകയാണ്. നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടി 50,000 രൂപ പ്രത്യേക ദുആ ചെയ്യണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ബദർദീൻ ചുള്ളപ്പര 5,000 രൂപ, സത്താർ ആറുമുറ 2,000 രൂപ, അബ്ദുൽ കലാം ഹാജി കരന്തലക്കോട് 2,000 രൂപ, ബാറക്കല്ല സമദ് 500 രൂപ, നാസർ ബംഗ്ലാവിൽ നിന്ന് 3,000 രൂപ, സജീർ പുളിമൂട്ടിൽ 6,000 രൂപ, ബിന്യാമിൻ പുതുവലിൽ 5,000 രൂപ, സിയാം സലീം 12,000 രൂപ, ഷാനവാസ് പുലിക്കോട് 5,000 രൂപ, ദാവൂദ് മുളൈക്കോണം 3,000 രൂപ, കാസിം കുഞ്ഞ് പൂതക്കുഴിയിൽ 5,000 രൂപ, നസീർ കുഞ്ചൻ 3,000 രൂപ, നജീം നെടുമ്പച്ചയിൽ 10,000 രൂപ, സഫീർ നിഷാദ് 10,000 രൂപ, ബൈജു 10,000 രൂപ, ഷാജഹാൻ പുലിക്കോട് 10,000 രൂപ, നിസാർ മസ്കറ്റ് 2,000 രൂപ, സുലൈമാൻ പുലിക്കോട് 1,000 രൂപ, നജീം സാർ 2,500, ഹാമിദ് വലിയ വഴി 2,000, സലീം തേവയിൽ 5,000, ഹുസൈൻ കുന്നിൽ 25,000, ഷിയാസ് നെടുമ്പുറം 3,000, സുലൈമാൻ വലിയ വഴി 1,000, ആസിയ വഞ്ചിയൂർ 1,000, ഇർഷാദ് കരന്തലക്കോട് 10,000, താഹ കൈതോട് 10,000, നജീം കൈതോട് 5,000, റഹീം കൈതോട് 5,000, സുൽഫി ബെക്കാവിൽ 10,000, മരണപ്പെട്ടു പോയ ഇബ്രാഹിം എന്ന ഭായി ഹാജിക്ക് വേണ്ടി ദുആ ചെയ്യാൻ 500 രൂപ. പിന്നെ നമ്മുടെ തയ്ക്കാവിന് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിത്തുന്നവരുടെ പേര് വിവരങ്ങളാണ്. ടൈൽസ് എടുത്തു തന്നത്, ഇതിന്റെ ഫ്ലോറിന്റെ ടൈൽസ് എടുത്തു തന്നത് കെയിൻ ഫ്രൂട്ട്സ് നടത്തുന്ന നിസാമാണ്. ഇതിന്റെ ഫ്ലോറിനുള്ള ടൈൽസ് എടുത്തു തന്നത് മദ്രസയ്ക്ക് ഒരു ഡോറ് ഒരു സഹോദരൻ ഇട്ടു തന്നു.
അല്ലാതെ ഈ പുതിയ തൈക്കാവിന് 8 ഫാൻ ആവശ്യമായി വന്നു. ഒരു സഹോദരൻ 4 ഫാൻ, ജമാൽ വെമ്പായം 2 ഫാൻ, ഷംല 1 ഫാൻ, ബൈജു 1 ഫാൻ. അടുത്ത ഇനി AC, നമ്മുടെ ഈ പള്ളിക്ക് 2 AC വാഗ്ദാനമായി വന്നിട്ടുണ്ട്. ഒരു AC നമ്മുടെ കരുന്തലക്കോട്ട് കരുനാഗപ്പള്ളി സ്റ്റോർ നടത്തുന്ന ഷിബു, കരുനാഗപ്പള്ളി സ്റ്റോർ നടത്തുന്ന ഷിബുവാണ്. ഷിബുവിന്റെ സഹോദരൻ മിഹ്റാജ് സ്റ്റോർ നടത്തുന്ന ഷാജഹാനുമാണ് ഒരു AC വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ AC വാഗ്ദാനം ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ പള്ളിയുടെ പ്രസിഡന്റായ ഹാഷിമിന്റെ ബന്ധുക്കളായ മുംതാസ് കല്ലമ്പലവും തൻസീർ കല്ലമ്പലവുമാണ് രണ്ടാമത്തെ AC വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ഈ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പൊടിയൊക്കെ അടിക്കുമെന്നുള്ളത് കൊണ്ടാണ് AC ഉടൻ തന്നെ ഇവിടെ എത്തുന്നതാണ്. കൂടാതെ ഈ തൈക്കാവിന് ഉള്ള മാറ്റ് സംഭാവന ചെയ്തിട്ടുള്ളത് പ്രസിഡന്റ് ജ്യേഷ്ഠന്റെ മകൻ ജഹാംഗീറാണ്. കൂടാതെ ഇപ്പോൾ കിട്ടിയ കുറച്ച് സംഭാവന കൂടെ വായിച്ച് നിർത്തിക്കൊള്ളാം. വിട്ടുപോയവരുടെ പേര് വിവരങ്ങൾ പറഞ്ഞാൽ മതി. ഷറഫുദ്ദീൻ MH ഹൗസ് 500, ഷംസുദ്ദീൻ കച്ചവടത്തിന് ശരീരത്തിന് അസുഖത്തിന് ദുആ ചെയ്യാൻ 500, ലൈല ബിബി 100, നിസ 100, ലൈല ബിബി 300, ഷിഹാബ് 250. ഇതെല്ലാം ദുആയ്ക്ക് വേണ്ടിയാണ്. നിജാം 500, അനീസ ബിബി 500, ഒരു സഹോദരി 500, നാസിമുദ്ദീൻ 100, താജ് 250, ഒരു സഹോദരി 100, റഷീദ ബിബി 200, ഷബീർ ഇടുക്കി ഉടുമ്പന്നൂർ 1000, മുരളി മുളയക്കോണം 1000, മാഹിൻ പരുത്തി 201. ഭാര്യയുടെ ശരീരസുഖത്തിനും മരണപ്പെട്ടു വേണ്ടി ദുആ ചെയ്യാൻ ഷരീഫ് കുന്നിൽ 500, സെയ്ഫ് കുന്നിൽ 500, ഇസു നിസാർ 500, ഫസിൽ 500, കബീർ വലിയ വഴി 1000, അൻഷാദ് 500, സുലൈമാൻ ഏറ്റുമുട്ടിൽ 500 ദുആ ചെയ്യാൻ വേണ്ടിയാണ്. ഹുസൈൻ കരുന്തലക്കോട് 2000, ഷറഫുദ്ദീൻ MH മനസ്സിൽ മകൻ മിൻഹാജ്, ഗൾഫിൽ നിൽക്കുന്ന മിൻഹാജ് ഇപ്പോൾ അയച്ചതാണ്. മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ 5000 രൂപ. അതുപോലെ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഷിഹാബ് പുതുവല്ലി ഇപ്പോൾ അയച്ചതാണ് 5000 രൂപ. അതുപോലെ നസീർ കുഞ്ചൻ മരണപ്പെട്ടുപോയ സഹോദരിക്ക് സലീനാക്ക് വേണ്ടി ദുആ ചെയ്യാൻ 1000 രൂപ ഇപ്പോൾ അയച്ചതാണ് ഗൾഫിൽ നിന്ന്. ഷാഹുൽ ഹമീദ് പുതുവലിൽ 1000 രൂപ. ഷംല 100 രൂപ. ഒരു സഹോദരൻ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് വേണ്ടിയും കുടുംബ ഐശ്വര്യത്തിന് വേണ്ടി ദുആ ചെയ്യാൻ 1000 രൂപ. ഇല്യാസ് മൂപ്പന്മക്ക് 1000 രൂപ. പിന്നെ മാസവരി തന്നിട്ടുള്ള ഷാജഹാൻ പുതുവലിൽ, ബദറുദ്ദീൻ പുതുവലിൽ, സുലൈമാൻ പുളിക്കോട്. ഈ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്. വർഷങ്ങളായി ഈ തൈക്കാവിന്റെ കറണ്ട് ചാർജ് അടയ്ക്കുന്നത് നമ്മുടെ സലാഹുദ്ദീൻ ഇക്കായാണ്. അദ്ദേഹം ഇപ്പോഴും എല്ലാ മാസവും അടച്ചു കറണ്ട് കാശ് സലാഹുദ്ദീൻ ഇക്കായാണ് അടയ്ക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടിയും പ്രത്യേക ദുആ ചെയ്യണമെന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇനി ഏതെങ്കിലും പേരുകളോ ഫിഗറുകളോ ഈ പൈസ തന്നതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ കമ്മിറ്റിയെ അറിയിക്കണം. റഹീം കരുന്തലക്കോട് 500 രൂപ. ഏതെങ്കിലും പേരുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരു സഹോദരൻ 500 രൂപ. ഏതെങ്കിലും പേരുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അറിയിക്കണം. ഇൻഷാ അല്ലാഹ് അത് ഇവിടെ നോട്ടീസ് ബോർഡിൽ ഇരുന്നാണ്. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. നമ്മുടെ മരണപ്പെട്ടുപോയ ഷാഹുദ്ദീൻ മുസ്ലിയാർ ആദ്യമായി ഇവിടെ മദ്രസ ആരംഭിക്കുമ്പോൾ ഇതിന് ഇമാമത്ത് നേതൃത്വം നൽകിയ ഉന്നത റഷീദ് മൗലവി, എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ഉസ്താദിന്റെ ദുആ ഉണ്ടായിരിക്കുന്നതാണ്, ദുആ നടക്കുന്നതാണ്. അതിനു മുന്നേ നമ്മുടെ ഈ ബിൽഡിംഗിന്റെ കൺസ്ട്രക്ഷൻ വളരെ വേഗത്തിൽ നമുക്ക് പൂർത്തിയാക്കി തന്ന ഷറാഫത്ത് മല്ലത്തെ ഉസ്താദ് ഒന്ന് ഷാളിട്ട് സ്വീകരിക്കും.
നേരമുണ്ടോ? ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിൽ ഈ നാട്ടിൽ സംഭാവന കൊടുക്കാറുള്ളവർ ഒരു 100 രൂപ നമ്മുടെ ജീവിതത്തിൽ എല്ലാ മാസവും ആഖിറത്തിലേക്ക് വേണ്ടി സമ്പാദിക്കാൻ നമ്മൾ തയ്യാറാവണം. അള്ളാഹു ഭാഗ്യം തരട്ടെ, അള്ളാഹു ഭാഗ്യം തരട്ടെ. എല്ലാവരും ഇരിക്കുന്ന പലരും ഒരുപക്ഷെ പരിപാടി അറിഞ്ഞിട്ട് പല ഭാഗത്ത് നിന്ന് വന്നവരാകാം. ഏതായിരുന്നാലും അള്ളാഹുവിന്റെ ഭവനമാണ്. എല്ലാവരും ഇൻഷാ അല്ലാഹ് സഹകരിക്കണം ഉറപ്പെടുത്താണ്. ദുആയിലേക്ക് കടക്കുക. ഇനായുണ്ടോ? മല്ലേശ്വരത്തരുണ്ടോ? സ്ത്രീകളുടെ ഭാഗത്ത് ആളുണ്ടെന്ന് ഞാനും വന്നില്ലല്ലോ. ഒരുപാട് പാടുപെട്ടവരുമൊക്കെ ഇന്നും മണ്ണറകളില്ല. നമ്മുടെ പ്രിയപ്പെട്ട പിതാവടക്കം അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. ഈ സ്വലാത്ത് അവിടേക്ക് ഓരത്ത് അള്ളാഹു എത്തിക്കട്ടെ. അവർക്കെല്ലാം അള്ളാഹു ഇത് സന്തോഷത്തിലാക്കട്ടെ. പടച്ച റബ്ബേ, ഇന്നൊരു 100 രൂപയെങ്കിലും ഈ അനുഗ്രഹീതമായ നിന്റെ ഭവനത്തിന് വേണ്ടി മാസം ഞാൻ കൊടുക്കാമെന്നേക്കുന്ന ഒരാളിലും നാശം കൊടുക്കല്ലേ അല്ലാഹ്, നഷ്ടം കൊടുക്കല്ലേ അല്ലാഹ്, മാറാ രോഗങ്ങൾ കൊടുക്കല്ലേ അല്ലാഹ്, ക്യാൻസർ കൊടുക്കല്ലേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെല്ലാവരെയും നിന്റെ അടിമകളിൽ പെടുത്തണേ അല്ലാഹ്. ഇവിടെ പോയാളൊന്നോ ബാക്കിയുള്ള വരട്ടെ കേട്ടോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل على سيدنا محمد واختلف الملوان وتعاقب العسران وكر الجديدان واستقل الفرقدان. بلغ روحه وأرواح أهل بيته منا التحية والسلام. بارك وسلم عليه كثيرا. الله الله ربي الله. ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ഈ ചൊല്ലിയ സ്വലാത്തുകളും മദീനയുടെ മണവാളൻ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓരത്തെത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അംബിയാ ഔലിയാഇന്റെ ഓരത്തെത്തിക്കണേ അല്ലാഹ്. സയ്യിദുനാ ഖദർ അലൈഹിസ്സലാം അവിടുത്തെ നളർ തരണേ അല്ലാഹ്. എല്ലാ ഔലിയാഇന്റെയും ഇടപെടലുള്ള മജ്ലിസാക്കണേ അല്ലാഹ്. നിങ്ങൾ ഓരോരുത്തരെയും മരണപ്പെട്ടു പോയവരല്ലോ. ഉപ്പാപ്പമാര് നിങ്ങളെ സ്നേഹിച്ചിരുന്നവര്, ഭക്ഷണം തന്നവര്, അള്ളാഹുവേ നിങ്ങളെ ഏറ്റെടുത്തവരല്ല. പള്ളിയെ പരിപാലിച്ചുകൊണ്ട് കടന്നുപോയ ഭാരവാഹികൾ, അള്ളാഹുവേ നിന്റെ അഭ്യുദയകാംക്ഷികളല്ല. ഇവിടെ മുൻ കടന്നുപോയ പ്രിയപ്പെട്ട ഉസ്താദുമാര്, അള്ളാഹുവേ എന്തെല്ലാം ഏതെല്ലാം അർത്ഥത്തിലും ആളായോ ഈ അനുഗ്രഹീതമായ നാടിൽ ഇങ്ങനെ ഒരു അമ്പരചുംബിയായ ബൈത്തോ, അള്ളാഹുവേ നിന്റെ ഭവനം ഉയർന്നു വരാ. ആരൊക്കെ പെടാപാട് പെട്ടിട്ടുണ്ടോ, ആരെല്ലാം അതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ടോ, ആരെല്ലാം ഇതിനു വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടോ, അള്ളാഹുവേ ആരെല്ലാം ഇതിനു വേണ്ടി സംഭാവന കൊടുത്തിട്ടുണ്ടോ, ഭൂമിയായാലും സമ്പത്തായാലും അവസാന നിമിഷം വരുമ്പോ പുതുവലിന്റെ പ്രിയപ്പെട്ട കുടുംബക്കാരെ പോലെ ഈ സുന്ദരமான പള്ളിക്ക് സ്ഥലവും അതുപോലെ എടുപ്പിന് വേണ്ടി അവരോട് കൈകോർത്ത് പിടിച്ച അള്ളാഹുവേ കൂട്ടുകാര്, സഹോദരങ്ങള്, പ്രിയപ്പെട്ടവരല്ല. അള്ളാഹുവേ ലിസ്റ്റിലൂടെ വാങ്ങിച്ചവരേതേലും വിട്ടുപോയാ നീ വിട്ടുപോകാത്ത റബ്ബല്ലേ അല്ലാ, കൂടിക്കലരാത്ത റബ്ബല്ലേ അല്ലാ. അവരെയും ഉൾപ്പെടുത്തണേ അല്ലാ. ഓരോ മനസ്സിന്റെ മുറാദുകളും അറിയുന്നവൻ നീയാണ്. എല്ലാം ഹാസിലാത്ത് കൊടുക്കാനും കഴിവുള്ളവന് നീയാ. തമായ കാമിലായ ഹാസിലാത്ത് നൽകണേ അല്ലാ. പടച്ചവനെ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാ. ഈ സദസ്സിൽ ആരെല്ലാം ആമീൻ പറയണോ, ഓരോ മനസ്സിലുമുള്ള എന്തൊക്കെ വേദനകളാ പരിഹരിച്ചു കൊടുക്കണേ അല്ലാ.
സുധീർ എന്ന പ്രിയപ്പെട്ട പൊന്നുമോനല്ല മക്കയിൽ പോയാലും മദീനയിൽ പോയാലും ഓടി വന്ന് കൈപിടിക്കണോരാ. അല്ലാഹുവേ തമാണ ശമനം കൊടുക്കണേ അല്ലാ. അതുപോലെ സഹായിച്ച ഓരോരുത്തരെയും നീ ഏറ്റെടുക്കണേ അല്ലാ. അവരിലും നിങ്ങളിലുമുള്ള എന്തെല്ലാം രോഗങ്ങളാണ് അല്ലാഹുവേ, ലാഹിരിയായ ബാത്തിനിയായ ഉള്ളും പുറത്തുമുള്ള പ്രത്യക്ഷവും പരോക്ഷമായ രോഗങ്ങൾ അറിയുന്നവന് നീയാ. അത്ഭുതമായ സലാത്തിന്റെ അത്യത്ഭുതങ്ങളോടെ ഡോക്ടർമാരെ പോലെ അത്ഭുതപ്പെടുത്തി അല്ലാഹുവേ ശമനം കൊടുക്കാനും കഴിവുള്ളവന് നീയാ. അത്ഭുത ശമനം നൽകണേ അല്ലാ. അത്ഭുത ശമനം നൽകണേ അല്ലാ. പടച്ചവരെ, ഞങ്ങളെ സ്നേഹിക്കുന്നവര് സഹായിക്കുന്നവര് ലൈവിലൂടെ ആമീൻ പറയണോ അവരടക്കമല്ല ഞങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹത്തോടെ കാത്തു സൂക്ഷിച്ച് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന എത്രയോ ആയിരങ്ങളാ ഉലമാക്കളാ, മുഅല്ലിമീങ്ങളാ, ഉലമാക്കളാ, അല്ലാഹുവേ മുതഅല്ലിമീങ്ങളാ, സഹോദരങ്ങളാ, സഹോദരിമാരാ, ഉമ്മമാരാ, അല്ലാഹുവേ അവരിലും ഞങ്ങളിലും എന്തെല്ലാ രോഗങ്ങളാ മാറ്റി നൽകണേ അല്ലാ. ക്യാൻസർ തരല്ലേ അല്ലാ, ബ്രെയിൻ ട്യൂമർ തരല്ലേ അല്ലാ, കിഡ്നി തകരാറ് തരല്ലേ അല്ലാ, സിഫിലിസ് പരാലിസിസ് പോലെ മാരക രോഗങ്ങൾ വരുത്തല്ല അല്ലാ. കിടപ്പിലായി പോണ ലക്ഷക്കണക്കിന് ചിലമാകുന്ന ഒരു രോഗങ്ങളോ ഞങ്ങളിൽ ഒരാളിലും നീ പരീക്ഷണമാക്കല്ല അല്ലാ. അല്ലാഹുവേ ഞങ്ങളറിയാത്ത എന്തെല്ലാം ഏതെല്ലാം ചെറുതും വലുതുമായ പരീക്ഷണങ്ങളാ, രോഗങ്ങളാ, പ്രയാസങ്ങളാ, ബുദ്ധിമുട്ടുകളാ, പരീക്ഷണങ്ങളാ ഞങ്ങളെ നാടി ഞരമ്പുകളില്, എല്ലുകളില്, അവയവങ്ങളിലോ അല്ലാഹുവേ ഉണ്ടെങ്കിൽ താമാണ ശമനം തരണേ അല്ലാ. താമാണ ശമനം നൽകണേ അല്ലാ. ജീവിക്കണ കാലം പടച്ചോനെ ഒരാളെ മുന്നിലോ കൈനീട്ടേണ്ട അവസ്ഥയിൽ കിടപ്പിലാകുന്ന രോഗങ്ങൾ തരല്ല അല്ലാ. കിടപ്പിലാക്കി കളയുന്ന രോഗങ്ങൾ തരല്ല അല്ലാ. പടച്ചവനെ അപകടങ്ങളിൽ പെടുത്തല്ല അല്ലാ. രാവും പകലുമില്ലാതെ യാത്ര ചെയ്യണോരാ അപകടങ്ങളിൽ പെടുത്തല്ലേ അല്ലാ. ഞങ്ങൾ ഇഷ്ടപ്പെടണോര്, സ്വീകരിക്കണോര്, സ്നേഹിക്കണവര് അല്ലാഹുവേ ഒരു അപകടത്തിലും പെടുത്തില്ല. ഇന്നലെ വരെ സാധുവാണ് ഞാൻ പാതിരാത്രി പൊട്ടിക്കറിയുമ്പോ വാരിക്കോരി ഒരുപാട് തന്നവരെ ഈ ദുആയിൽ ഉൾപ്പെടുത്തണേ അല്ലാ. വളരെ കുറച്ചു പേരാണെങ്കിലും ജീവിതത്തിന്റെ ആദ്യത്തെ അനുഭവമായാൽ അല്ലാഹുവേ ഈ പറഞ്ഞവരെ പൊന്നാക്കണമല്ലോ. ഈ ദുആ കേൾക്കുമ്പോ എനിക്കൊരു 100 രൂപ പറയാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വേദനയോട് മനസ്സിൽ കുറിച്ച് നാളെ തന്നെ പറയണ എല്ലാവരെയും സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ അവർക്കൊരു നാശവും ജീവിതത്തിൽ കൊടുക്കല്ല അല്ലാ. ഈ രാത്രി ഒരു നയാ പൈസ തീരുമാനിക്കണം, ഒരാളെ വരുമാനങ്ങളിൽ കുറവ് വരുത്തല്ല അല്ലാ, നഷ്ടം വരുത്തല്ല അല്ലാ, നാശം വരുത്തല്ല അല്ലാ. ഇരട്ടി ഇരട്ടിയായി ഏറ്റി കൊടുക്കണേ അല്ലാ. എല്ലാവിധ ഖൈറിന്റെ ബറക്കത്തിന്റെ വാതായനങ്ങളോ, ശാന്തിയുടെ സമാധാന കവാടങ്ങളോ, ഒരുമയുടെ അനുഗ്രഹീതമാണ് അഹ്വാലുകളോ ഞങ്ങളെ കുടുംബത്തിൽ തരണേ അല്ലാ. ഞങ്ങളുടെ ജീവിതങ്ങളിലും ബന്ധങ്ങളിലും തരണേ അല്ലാ. ഞങ്ങളെ ബന്ധങ്ങൾ സ്നേഹങ്ങളാകറത്തിന്റെ ബന്ധങ്ങളാക്കറട്ടെ. അറിഞ്ഞുമറിയാതെയും ഒരുപാട് പാപങ്ങൾ ഞങ്ങളൊക്കെ ചെയ്തു പോയിട്ടുണ്ട്. ഇത് ശഅബാനാണല്ലോ അല്ലാ. അടുത്ത റമദാന് കടന്നു വരണേന് മുമ്പ് ഞങ്ങളുടെ ഹൃദയങ്ങൾ ശുദ്ധിയാക്കല്ല. ഒരാളോടും വെറുപ്പില്ലാത്ത ഹൃദയം താ അല്ലാ. ഒരാളോടും പകയില്ലാത്ത ഹൃദയം താ അല്ലാ. എഴുതില്ലാതെ ഹെക്കില്ലാത്ത അനുഗ്രഹമുള്ള ഹൃദയം താ അല്ലാ. പടച്ചവനേ, എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരെയും ഉൾക്കൊള്ളാനുമുള്ള വിശാലയുടെ ഹൃദയം തരണേ അല്ലാ. പണത്തിന്റെ പിന്നാലെ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ കണ്ണുകൊടുത്തിട്ടുള്ള റബ്ബ്, പണത്തിന് വേണ്ടി വാള് പറയണോരാക്കല്ല അല്ലാ. പണത്തിന് വേണ്ടി പ്രശസ്തിക്ക് വേണ്ടി ഓടുന്നവരാക്കല്ല അല്ലാ. നിന്റെ ദീനിനും നിന്റെ പൊരുത്തത്തിനും വേണ്ടി ഞങ്ങളുടെ ഹിദ്മത്താക്കണേ അല്ലാ. പടച്ചവനേ,
അല്ലാഹുവേ ഈ ദുനിയാവിൽ നിന്നോ നാളെയോ ഈ റമദാന് പോലും ഒരു ഉറപ്പ് ഞങ്ങൾക്കില്ലല്ലോ. വിട പറയേണ്ട ഞങ്ങളാ ആ ഒരു ബോധ്യത്തോടെ ഇനിയുള്ള നമസ്കാരങ്ങൾ കരഞ്ഞുകൊണ്ട് അല്ലാഹ് റമദാൻ എനിക്ക് തരണേ എന്ന് ചോദിച്ചുകൊണ്ട് മുന്നേറാനുള്ള തൗഫീഖ് താ അല്ലാഹ്. മരിക്കുന്നതിന് മുമ്പ് മദീനയുടെ മണവാളൻ അല്ലാഹ് മരിക്കുന്നതിന് മുമ്പ് ഒരൊറ്റവട്ടം ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. ആ മുശറഫാണ് മുത്തുനബിയെ കാണാൻ അല്ലാഹുവേ തൗഫീഖ് താ അല്ലാഹ്. ആ മുത്തിനെ കാണാതെ മരിപ്പിക്കല്ല അല്ലാഹ്. ആ മുത്തിനെ കാണാതെ റൂഹെടുക്കല്ല അല്ലാഹ്. ആ മുത്തിനെ പടച്ചവനെ എന്തോ ഒരു രസമാട്, എന്തോ ഒരു സൗന്ദര്യമാ മുസ്തഫ. ആ മുഖത്തിൽ നിന്നും അല്ലാഹുവേ വരിഞ്ഞൊഴുകുന്ന എന്തോ ഒരു പ്രകാശമാണ് മുസ്തഫ. അനുഗ്രഹത്തിന്റെ അല്ലാഹുവേ നിന്റെ അത്ഭുതമാണ് മുസ്തഫ. ആ പ്രകാശം നിർമ്മണത്തോടെ ഇനിയും ഒരുപാട് ആസ്വദിക്കോ. തൗഫീഖ് തരണേ അല്ലാഹ്. ആ ഊരത്ത് വരാരും അല്ലാഹുവേ ആ മുത്തിന്റെ കരങ്ങളൊന്നും മുത്താനെന്തൊരു പുതിയാട്. തൗഫീഖ് തരണേ അല്ലാഹ്. തൗഫീഖ് തരണേ അല്ലാഹ്. തൗഫീഖ് തരണേ അല്ലാഹ്. തൗഫീഖ് തരണേ അല്ലാഹ്. ആനന്ദമുള്ള പ്രകാശമുള്ള മുഖമിനിയും ഒരുപാട് ഭാഗ്യം തരണേ അല്ലാഹ്. ഭാഗ്യം തരണേ അല്ലാഹ്. പടച്ചോനെ നിന്റെ പള്ളിയുടെ ഓരത്തും അതിൻ്റെതായ തുടക്കത്തിലും ഉദ്ഘാടനത്തിലും എല്ലാവരും ആനന്ദത്തിലാ. ഇതുപോലെ തിളങ്ങുന്ന സ്വർഗീയ ഭവനത്തിൽ ഇതിലേറെ ആഹ്ലാദത്തോടെ ഒരുമിച്ച് കൂടാ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. പ്രിയപ്പെട്ട ഈ നാടിന്റെ നിങ്ങളെ ഹസനി ഉസ്താദ് വലിയ ബറക്കത്ത് നൽകണേ റഹ്മാനെ. കുടുംബത്തിൽ വലിയ ഇമ്പമാർന്ന അഹ്വാലുകൾ നൽകണം റഹ്മാനെ. ബറക്കത്തുള്ള മക്കളെ നൽകണം റഹ്മാനെ. അല്ലാഹുവേ മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. ഇർശാദ് സ്ഥാപടക്കം ഈ സഫിലിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അല്ലാഹുവേ എപ്പോഴും ഓടിക്കൂടെ വരുന്നവരാ. തിരുവീര ഓരത്ത് സുഖത്തിലിരിക്കാനുള്ള ഭാഗ്യം ഒക്കെ തരണേ അല്ലാഹ്. ഞങ്ങളെയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർ പകരം കൊടുക്കാൻ ഈ ദുആയല്ലാതെ എന്താ. നാസർ സാഹിബ് സഹോദരങ്ങളും അടക്കം ഈ സഹസ്രിക്കുന്ന പ്രിയപ്പെട്ടവർ അല്ലാഹുവേ വേഗശാലികളാക്കണം അല്ലാഹ്. പടച്ചവനെ 19 വയസ്സുള്ളൊരു പൊന്നുമോനെന്ന് അല്ലാഹുവേ പണയത്തിന് വേണ്ടി ആത്മഹത്യ ചെയ്ത ആ വീട്ടിൽ ഉമ്മമാരെ നിറഞ്ഞ കരച്ചില് കണ്ടു വരികയാണ്. ഞങ്ങൾ ആറ്റുനോക്കി നോക്കുന്ന മക്കളെ അകാലത്തിൽ പൊലിപ്പിക്കല്ല റബ്ബേ. അവരെ മനസ്സുകൾ വിഷമത്തിലാക്കല്ല റബ്ബേ. നല്ല വിവേകമുള്ള മക്കളാക്കണം റഹ്മാന്. നല്ല സ്നേഹം ഉത്തരവാദിത്വം കൂറുമുള്ള മക്കളാക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ വിഷമിപ്പിക്കാത്ത, ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് വലിയ ആനന്ദമാകുന്ന സന്തോഷം തരുന്ന മക്കളാക്കണേ അല്ലാഹ്. അല്ലാഹ് 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 നീ സ്വീകരിക്കണേ റഹ്മാനെ. കബൂലിയത്ത് നൽകണം അല്ലാഹ്. ഈ പള്ളിക്ക് വേണ്ടി തുടക്കം മുതൽ ഈ നിമിഷം വരെ പരിശ്രമിച്ച എല്ലാവർക്കും സ്വർഗത്തിൽ മാളിക ഉറപ്പാക്കണേ അല്ലാഹ്. അവരെ കുറിച്ച് നിന്റെ സ്വർഗീയ മാലാകമാരോട് നീ അഭിമാനം പറയണേ അല്ലാഹ്. ഇനി അങ്ങോട്ട് ഈ പള്ളിയുടെ പ്രവർത്തനത്തിന് വേണ്ടി നോമ്പിനായാലും മാസം ഞാനൊരു 100, 500, 1000 കൊടുക്കാമെന്ന് ഏറ്റവർ ഇനിയും കേൾക്കാൻ മനസ്സിലൂടെ കരുതിയിരിക്കുന്നവരല്ലാഹ്. എല്ലാവർക്കും സ്വർഗം നൽകണേ അല്ലാഹ്. വീടിന്റെ വിഷമങ്ങൾ മാറ്റണേ അല്ലാഹ്. പടച്ചറമ്പേ അല്ലാഹുവേ ശരീസാറുകാരടക്കമുള്ള ഈ നാടിന്റെ പ്രിയപ്പെട്ടവര് വലിയ റാഹത്ത് നൽകണം പടച്ചവനെ. അല്ലാഹുവേ 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 ഈ റമളാൻ ഞങ്ങൾക്ക് സന്തോഷത്തോടെ തരണേ അല്ലാഹ്. വിജയത്തോടെ തരണേ അല്ലാഹ്. തൃപ്തിയോടെ തരണേ അല്ലാഹ്.
ആദ്യ രാത്രി തന്നെ പടച്ചവനെ നരകമോചനം കുറിക്കണം. അത്ഭുതവന്മാരിൽ ഞങ്ങളെ പെടുത്തണം റഹ്മാൻ. ശ്രേണിയിൽ ഞങ്ങളെ പേരുൾപ്പെടുത്തണം അല്ലാഹ്, ഉൾപ്പെടുത്തണം അല്ലാഹ്. ഈ റമദാൻ ഞങ്ങളീന്ന് വിട പറയുമ്പോ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ ഞങ്ങളീന്ന് പടിയിറങ്ങാനുള്ള പടച്ചവനെ ഇഷ്ടമില്ലാതെ ഇങ്ങനെ സ്നേഹത്തോടെ ഞങ്ങളെ കുറിച്ച് പൊട്ടിക്കുരഞ്ഞ് അല്ലാ ഇവനെ കൈവിടല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പടിയിറങ്ങണം. ഒരു റമദാൻ ഞങ്ങളുടെ സ്വപ്നമാണ്, കൊതിയാണ്, ആശയാണ്, അഭിലാഷമാണ്. തരണേ അല്ലാ, തരണേ അല്ലാ, തരണേ അല്ലാ. ഈ നിമിഷവും പടച്ചവനെ സ്വതക്ക കൊണ്ട് മുന്നേറുന്നവരോ അവര് ഭാഗ്യവാന്മാരാ. അവരെ ദുനിയാവിലൊരു കുറവും നിർത്തല്ല അല്ലാ. ഏറ്റി നൽകണേ അല്ലാ. ഭക്ഷണം തന്ന വീട്ടുകാര് സ്വർഗീയ ഭക്ഷണം കൊടുക്കണേ അല്ലാ. വലിയ ഖൈറിന്റെ ബറക്കത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാ. എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകണേ അല്ലാ. اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن. آمين آمين برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين والحمد لله رب العالمين. സ്വലാത്തിനും പറ്റ നിമിഷം എല്ലാവരും ഇൻഷാ അല്ലാഹ് 100 രൂപ നിയ്യത്താക്കണം. ഇൻഷാ അല്ലാഹ് ലിസ്റ്റ് കിട്ടുമ്പോൾ കമ്മിറ്റി ഭാരവാഹികൾ എന്നെ അറിയിക്കണം. എല്ലാവർക്കും ദുആ ചെയ്യും. പരിശുദ്ധ റമദാനിൽ കന്യാകുളങ്ങര റമദാൻ 1 പ്രഖ്യാപിക്കുള്ളൂ. എന്റെ സ്ഥാപനത്തിൽ ഇൻഷാ അല്ലാഹ് എത്രയോ രാത്രി നമ്മൾ ഒരു കൊല്ലമായി നമ്മൾ കിടന്നുറങ്ങാം. പക്ഷെ റമദാനിന്റെ ഒരൊറ്റ രാത്രി എന്റെ റബ്ബിനായി ഉറക്കമെഴുന്നേറ്റിരുന്നു. ഒരു തുള്ളി കണ്ണീർ എന്റെ റബ്ബിന് കൊടുക്കാൻ എന്റെ അസീസിയ എന്ന സ്ഥാപനത്തിൽ കന്യാകുളങ്ങര നോമ്പ് 23 25 തൗബ മജ്ലിസ് ഉണ്ടാവും. തറാവീഹ് കഴിഞ്ഞ് 10 മണിക്ക് തുടങ്ങും. ആ ഡേറ്റുകൾ നിങ്ങൾ എനിക്ക് അന്വേഷിച്ചറിഞ്ഞ് എത്തണമെന്ന് സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ട് അള്ളാഹു ഈ സദസ്സിലുള്ള എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഉറക്കെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم